أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشيخ اغفري لنا بهذا المحضر والتأت في بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ആഴ്ച റായൽ റൈസിൽ നിന്ന് സൃഷ്ടികളോട് എങ്ങനെയാണ് നാം ഇടപഴകേണ്ടത് അതിൻ്റെ ഒരു മാരിഫത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട് ആയിരുന്നു മഹാനവുകൾ വിശദീകരിച്ചത്. ഉർത്തിജാനി എങ്ങനെയാണ് സൃഷ്ടികളോട് ഇടപഴകേണ്ടത് എന്ന കാര്യങ്ങളൊക്കെ അതിന് തുടക്കമിട്ടിരുന്നു. ഇൻഷാല്ലാ ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നത് സൃഷ്ടി മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ അള്ളാഹുവിൻ്റെ ഒരു കിതാബ് പോലെയാണ്, അള്ളാഹു എഴുതിയൊരു പുസ്തകം പോലെയാണ്. ആ പുസ്തകത്തിലൊരു ഹർഫാണ് നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഒരു അക്ഷരമാണ്. അപ്പോൾ ഈ അക്ഷരം സ്വന്തമായി നിൽക്കുന്നതിലൂടെ അക്ഷരത്തിനൊരു വാല്യൂ ഉണ്ടാവില്ല. അക്ഷരം മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്ന സമയത്താണ് അതിന് മൂല്യമുണ്ടാവുന്നത്, അർത്ഥമുണ്ടാവുന്നത്. അത് തന്നെ അക്ഷരത്തിൽ എപ്പോഴും അക്ഷരങ്ങൾ ചേർന്ന് നിൽക്കുന്ന സമയത്ത് അതിൽ നല്ല അക്ഷരങ്ങൾ മാത്രം ആവില്ല. ചിലത് ഉയർന്നതുണ്ടാവും, ചിലത് താഴ്ന്നതുണ്ടാവും, ചിലത് പുറത്താക്കപ്പെട്ടതുണ്ടാവും. അങ്ങനെ തുടങ്ങി അതായത് ഫത്തഹും ലമ്മും കസറും ഒക്കെ വ്യത്യസ്തമായ ആത്മീയ തലത്തിൽ വിശദീകരിച്ചുകൊണ്ട് മഹാനവുകൾ അങ്ങനെ സംസാരിച്ചിരുന്നു. എല്ലാ തരത്തിലുള്ള ആളുകളുണ്ടാവും. നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ടാവും, നമ്മളെ ഉപകാരം ചെയ്യുന്നവരുണ്ടാവും, നമ്മളോട് ബാഹ്യമായി നല്ല രൂപത്തിൽ നിൽക്കുന്നവരുണ്ടാവും, ആന്തരികമായി മോശ രൂപത്തിൽ നിൽക്കുന്നവരുണ്ടാവും, നമ്മുടെ ശത്രുക്കളുണ്ടാവും, മിത്രങ്ങളുണ്ടാവും, എല്ലാവരും ഇവിടെ ഉണ്ടാവും. ഇതെല്ലാം കൂടി യോജിക്കുന്ന സമയത്താണ് അതിന് അർത്ഥവത്തായ ഒരു വാക്കായിട്ടും, അങ്ങനെ കുറേ വാക്കുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് അർത്ഥവത്തായ ഒരു വാക്യമായി ഒരു സെൻറ്റൻസായിട്ടും, അങ്ങനെ ഒരുപാട് സെൻറ്റൻസുകൾ ഒരുമിച്ച് കൂടുമ്പോഴാണ് വലിയൊരു കഥയായിട്ട് ഒരു പരിണമിക്കുന്നത് എന്നാണ് ഷെയ്ഖുകൾ വിശദീകരിച്ചത്. അതുപോലെ തന്നെ അങ്ങനെ ഉള്ള ഒരു കഥയിൽ നമ്മൾ എത്രമാത്രം ആ കഥ പൂർത്തിയാക്കാൻ ആവശ്യമാണോ അതുപോലെ തന്നെ മറ്റുള്ള ഓരോന്നും ആ കഥ പൂർത്തിയാക്കാൻ ആവശ്യമാണ്. അപ്പോൾ ഇവിടെ ഒന്നും അള്ളാഹു വെറുതെ സൃഷ്ടിച്ചിട്ടില്ല, ഇതിനൊക്കെ ഒരു ആവശ്യമുണ്ട്. ഏത് നന്മയും സൃഷ്ടിച്ചത് ഒരാവശ്യത്തിനാണ്, തിന്മയും സൃഷ്ടിച്ചത് ആവശ്യത്തിനാണ്, നല്ലവരെയും സൃഷ്ടിച്ചത് ഒരാവശ്യത്തിനാണ്, മോശമുള്ളവരെയും സൃഷ്ടിച്ചത് ഒരാവശ്യത്തിനാണ്. ഇതൊക്കെ അതിൻ്റേതായ പർപ്പസ്, അതിൻ്റേതായ ജോലികൾ നിർവഹിക്കുന്നൊരവസ്ഥയിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ മാത്രമല്ല അവസാനം ഷെഹറുകൾ പറഞ്ഞു, നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായ രൂപത്തിൽ നോക്കുമ്പോൾ ഈ പ്രപഞ്ചം മൊത്തം നമുക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ്, നമുക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഈ പ്രപഞ്ചമെന്ന് നമുക്ക് മനസ്സിലാവുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ നമ്മളെല്ലാവരും അള്ളാഹു സൃഷ്ടിച്ച ആ ഒരു കഥയിലെ നായകന്മാരാണ്. നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ അതിലെ നമ്മളാകുന്ന ആ നായകൻ നിൽക്കുന്ന കഥയെ പൂർത്തീകരിക്കാൻ ആവശ്യമായ ചില ചേരുവകളുമാണ് എന്ന അർത്ഥത്തിലാണ് ഇതിന് വിശദീകരിക്കപ്പെട്ടത്. ഇനി അതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം. ഫൈദ അറഫ്ത നഫ്സക വഅന്നക ഹർഫുൻ വാഹിദുൻ മിനൽ ഖൽഖ്. ഇനി നിങ്ങൾ മനസ്സിലാക്കിയാൽ വഅന്നക ഹർഫുൻ വാഹിദുൻ മിനൽ ഖൽഖ്, സൃഷ്ടിയിലെ ഒരു സൃഷ്ടിയാകുന്ന അള്ളാഹുവിൻ്റെ പുസ്തകത്തിലെ ഒരു ഹർഫാണ് നിങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, ഒരു അക്ഷരമാണ് നിങ്ങളെന്ന് മനസ്സിലാക്കിയാൽ, വഅലിംത അന്നൽ മുൽക കുല്ലുഹു യമുദ്ദുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പ്രപഞ്ചം മൊത്തം നിങ്ങൾക്ക് സഹായിക്കാൻ വേണ്ടിയുള്ളതായിട്ടാണ് പടക്കപ്പെട്ടതെന്ന്. തുഹിബ്ബുഹു മഹബ്ബത്തൻ തയ്യിബത്തൻ, ആ കാരണം കൊണ്ട് നിങ്ങളെല്ലാവരെയും ശരിയായ മഹബ്ബത്ത് കൊണ്ട് സ്നേഹിക്കാൻ കാരണമാവും. അപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിലെ ഒരു പ്രപഞ്ചമാകുന്ന പുസ്തകത്തിലെ ഒരു ഹർഫാണ്, ഒരു അക്ഷരമാണ് നിങ്ങളെന്ന് മനസ്സിലാക്കിയാൽ
മറ്റുള്ള അക്ഷരങ്ങളെല്ലാം നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണ് പടക്കപ്പെട്ടത് എന്ന് തിരിച്ചറിയും. ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുന്ന സമയത്ത് ഏറ്റവും നല്ല സ്നേഹത്തോടു കൂടി നിങ്ങൾക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ സാധിക്കും. തുആമിലുഹു ബിമാ അമറക ബിഹി മൗലാക മിൻ ഇസ്തിഅമാലി സിയാസത്തില്ലാഹി മാഹു വഹിയ ശരിയ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭരണം അവരുടെ മുകളിൽ നടത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതെങ്ങനെയാണത് നടത്തുക? അത് അവൻ കൽപ്പിച്ച ശരീഅത്ത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളവരെ ഈ രൂപത്തിൽ സ്നേഹിക്കുകയും അതോടൊപ്പം അവരുടെ മുകളിൽ അള്ളാഹുവിൻ്റെ ഭരണം നടപ്പിലാക്കുകയും ചെയ്യും. ആ ഭരണം എന്ന് പറയുന്നത് അള്ളാഹു കൽപ്പിച്ച ശരീഅത്ത് രൂപത്തിലാണ്. അപ്പോൾ ശരീഅത്തിൻ്റെ കൊണ്ടുള്ള ഭരണം കൊണ്ട് നമ്മൾ അവരെ മുകളിൽ ഭരിക്കുക എന്ന് പറയുമ്പോൾ അതിൽ എന്തുണ്ട്? കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു, ഹുബ്ബു ഫില്ലായുണ്ട്, ബുഗ്ദു ഫില്ലായുണ്ട്. അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കലുണ്ട്, അള്ളാഹുവിന് വേണ്ടി വെറുക്കലുണ്ട്. അപ്പോൾ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന് വേണ്ടി വെറുക്കുക എന്ന് പറയുന്നത് ശരിക്കും അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം തന്നെയാണ്. അപ്പോൾ വെറുക്കലും നമ്മളെ സ്വയം ആവശ്യത്തിന് വേണ്ടിയുള്ള വെറുക്കലല്ല, അതും അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള വെറുക്കലാണ്. ഫാലം, അതുകൊണ്ട് നിങ്ങളറിയാം, അന്ന ശരീഅത അല്ലതി ശറാഹൽ ഹഖു അലാ യദി നബീഹി ഇന്നമാ ഹിയ സിയാസത്തുൻ റബ്ബാനിയത്തുൻ ഫീ സ്വലാഹി നഫ്സിക്. അതുകൊണ്ട് നിങ്ങൾ അറിയണം, അന്ന ശരീഅത്ത, ഈ ശരീഅത്ത്, അല്ലതി ശറാഹൽ ഹഖു അലാ യദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈകളിലൂടെ അല്ലാഹു തആല വെളിവാക്കിയ ഈ ഒരു ശരീഅത്ത് എന്ന് പറയുന്നത് ഇന്നമാ ഹിയ സിയാസത്തു റബ്ബാനിയത്തുൻ, അത് റബ്ബാനിയായ ഒരു ഭരണകർത്തത്വമാണ്. ഈ സ്വലാഹി നഫ്സിക്, നമ്മളുടെ സ്വലാഹിയത്തിന് വേണ്ടി, നമ്മളെ നന്മക്ക് വേണ്ടി. ശരീഅത്ത് സ്വന്തമായി അള്ളാഹു പടച്ചുണ്ടാക്കിയ ഒരു നിയമമാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അള്ളാഹുവിന് ആവശ്യമില്ല ശരീഅത്തിന്, നമ്മൾക്കാണ് ശരീഅത്ത് ആവശ്യം. അപ്പോൾ നമ്മളുടെ നന്മക്ക് വേണ്ടി, നമ്മളുടെ സ്വലാഹിയത്തിന് വേണ്ടിയാണ് ശരീഅത്ത് പടക്കപ്പെട്ടത്. അപ്പോൾ അള്ളാഹു കുറച്ച് പേരെ സ്വർഗത്തിലിടണമെന്ന് വിചാരിച്ച് വെറുതെ കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി നമുക്കങ്ങോട്ട് അയച്ചെന്നതും, എന്നിട്ട് ആ നിയമങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ പാലിക്കുകയും അതിലൂടെ നമ്മൾ സ്വർഗത്തിൽ കിടക്കുകയും അത് തെറ്റിച്ചാൽ നമ്മൾ നരകത്തിൽ കിടക്കുകയും എന്ന് അങ്ങനെയുള്ളൊരു രീതിയാണ്, അങ്ങനെയുള്ളൊരു ചിന്തയാണ് പലപ്പോഴും നമുക്ക് ശരീഅത്തെക്കുറിച്ച് ഉണ്ടാവല്. അള്ളാഹ് കുറേ നിയമങ്ങൾ നമ്മളെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നു, നമ്മൾ കഷ്ടപ്പെട്ട് ആ നിയമങ്ങൾ പാലിക്കുന്നു. നമ്മളൊക്കെ പലപ്പോഴും അതുകൊണ്ട് തന്നെ ചിന്തിക്കാറില്ലേ, ഈ ശരീഅത്തിൻ്റെ നിയമങ്ങളില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ, എന്തൊക്കെ ഫ്രീഡം നമുക്കുണ്ടാവുമായിരുന്നു. പക്ഷെ ഇതൊക്കെ ഉണ്ടായതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെയൊക്കെ ഫ്രീഡം നഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ശരീഅത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ മുകളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു നിയമത്തിന് പറയുന്ന പേരല്ല, മറിച്ച് നമ്മുടെ നന്മക്ക് വേണ്ടി അള്ളാഹു ഉണ്ടാക്കിയൊരു നിയമമാണ്. അപ്പോൾ നമ്മളെ നന്മയാണ് ശരീഅത്തിൻ്റെ നിയമത്തിലുള്ളത്. നമ്മളോട് നിസ്കരിക്കാൻ കൽപ്പിക്കപ്പെട്ടു, എന്തിനു വേണ്ടി? നമ്മളെ നന്മക്ക് വേണ്ടി. ആ നമ്മളെ നന്മക്ക് വേണ്ടിയാണ് ഈ നിസ്കാരം എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും മനുഷ്യന്മാരാവണം, അള്ളാഹുവായിട്ട് ബന്ധിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവണം. അങ്ങനെ ആവുന്ന സമയത്ത് മാത്രമേ നമ്മളെ നന്മക്ക് വേണ്ടിയാണ് നമ്മൾ മനസ്സിലാക്കുള്ളൂ. കാരണം പരിശുദ്ധമായ നിസ്കാരത്തെക്കാൾ നമുക്ക് ആനന്ദകരമായ ഒന്നും നമുക്ക് പിന്നെ കണ്ടെത്താൻ സാധിക്കില്ല. നോമ്പ് നമ്മളെ നന്മക്ക് വേണ്ടി, നമ്മളെ വിശപ്പിക്കാനോ നമ്മളെ ബുദ്ധിമുട്ടാക്കാനും വേണ്ടിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നോമ്പിൻ്റെ ആത്മീയമായ മായനയിലേക്ക് നമ്മൾ കടക്കണം. അപ്പം മനസ്സിലാവും നമ്മളെ നന്മക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. കള്ളുകൂടി നമ്മളെ നന്മക്ക് വേണ്ടിയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആത്മീയമായ മായനയിലേക്ക് നമ്മൾ മനസ്സിലാക്കും. കള്ളു കുടിക്കുന്നത് തെറ്റാണെന്ന് അപ്പം മനസ്സിലാവും. അതുപോലെ വിചാരവും അതുപോലെ എല്ലാ നിയമങ്ങളും അള്ളാഹു നമ്മളെ നന്മക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി. ഈ നിയമങ്ങൾക്കൊക്കെ ഒരു അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മളെ നന്മയാണ്, അല്ലാതെ അവൻ്റെ താല്പര്യത്തിന് വേണ്ടി അവൻ ഉണ്ടാക്കിയ കുറച്ച് നിയമങ്ങളല്ല. ഫൈന ശരീഅത മുസ്തമിലത്തുൻ അലാ കൈഫിയത്തി ഹിഫ്ലിഹ മിനൽ ബലായി വതിബ്ബിഹ ബാദഹു. ശരീഅത്ത് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളിലൂടെ ഒതുങ്ങി നിൽക്കുന്നതാണ്. ഒന്ന്, നമ്മളെ ബലായിൽ നിന്ന്, നമ്മളെ പരീക്ഷണങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുക എന്നുള്ളതാണ് ഒരു ശരീഅത്തിൻ്റെ ഡ്യൂട്ടി. രണ്ടാമത്തേത്, അഥവാ നമ്മൾ ബലായിൽപ്പെട്ടാൽ, നമ്മളൊരു പരീക്ഷണത്തിൽപ്പെട്ടാൽ, നമ്മളൊരു ബുദ്ധിമുട്ടിൽപ്പെട്ടാൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ഒരു ചികിത്സകൻ്റെ ഒരു റോളും. അപ്പോൾ നമ്മളൊരു പ്രിവെൻഷൻ ആൻഡ് ക്യൂർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ നമ്മളെ മെഡിസിനിൽ. ഒന്നെങ്കിൽ അസുഖം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ, അസുഖം വന്നാൽ എങ്ങനെ നമ്മളതിനെ ചികിത്സിക്കുക എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ
നമുക്ക് ദോഷകരമായി വർത്തിക്കുന്ന പല കാര്യങ്ങളും ചെയ്യരുതെന്ന് പറയുന്നതാണ് ശരീഅത്തിൻ്റെ ഒരു കാര്യം. അതുപോലെ നമുക്ക് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതാണ് ശരീഅത്തിൻ്റെ ഒരു കാര്യം. അത് അഥവാ നമ്മൾക്ക് നന്മയുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തില്ല, നമ്മൾക്ക് ദോഷകരമായ ഒരു കാര്യം നമ്മൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അത് ശരിയാക്കാം, അതിലെ തൗബ എങ്ങനെയാണ് അതിലേക്ക് മടങ്ങാം, ഇതൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് ശരീഅത്തിലുള്ളത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മളെ നന്മയ്ക്ക് വേണ്ടിയാണ്. ശരീഅത്തിൻ്റെ നിയമങ്ങളെങ്ങാനും ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ മുഴുവൻ മൃഗതുല്യരായി മാറുമായിരുന്നു, അതിനേക്കാൾ മോശപ്പെട്ടവരാവുമായിരുന്നു. നമുക്ക് തന്നെ നമ്മളുടെ അസ്തിത്വം കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടാവുമായിരുന്നു. വകുലു വഷ്റബു വലാ തസ്രിഫു അലാ കൈഫിയത്തിൽ ഇന്തിഷാർ ഫി തലബി റിസ്ഖിഹ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, കുലു വഷ്റബു, നിങ്ങൾ തിന്നുക, കുടിക്കുക, വലാ തസ്രിഫു, നിങ്ങൾ അതിൽ അമിതമാവരുത് എന്ന് ഇവിടെ പറഞ്ഞത് എന്തിനാണ്? നമ്മളെങ്ങനെയാണ് റിസ്ക് അന്വേഷിക്കേണ്ടത് എന്ന് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അമിതമായ ശരിക്കും നമുക്കും ആസ്വാദനം ഉണ്ടാവില്ല. നമ്മൾ ഭക്ഷണം കഴിക്കാൻ, വെള്ളം കുടിക്കാൻ, നമുക്ക് എപ്പോഴാണ് വെള്ളവും ഭക്ഷണമൊക്കെ ആസ്വാദകരമാവുക? നമ്മളതിൽ അമിതമാവാതിരിക്കുമ്പോൾ, നമ്മളതിനെ ഒരു മിത സ്വഭാവത്തിലായി കൊണ്ടു നടക്കുമ്പോൾ, നമ്മൾ വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുമ്പോൾ, അത് തന്നെ ഏറ്റവും ഹലാലായ രൂപത്തിലുള്ള സമ്പത്ത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ, ഹലാലല്ലെങ്കിൽ അതിലൊന്നും രുചി ഉണ്ടാവില്ല, രസം ഉണ്ടാവില്ല. ഹലാലായ വരുമാനത്തിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ ആ ചെറിയ ഒരു വരുമാനം, ആ ഒരു ചെറിയൊരു ഭക്ഷണത്തിൽ തന്നെ ഒരുപാട് ആനന്ദം ഉണ്ടാവും. അതേസമയം ഹലാലല്ലാത്ത വരുമാനം കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആനന്ദമൊക്കെ കുറയും. അപ്പം കുലു വഷ്റബു വലാ തുസ്രിഫു, തിന്നണം, കുടിക്കണം, പക്ഷേ നിങ്ങളതിൽ അമിതമാവുന്നത് പാടില്ല. അത് നമ്മളെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അത്തിഉല്ലാഹു അത്തിഉർ റസൂല ഔലിൽ അംരി മിൻകും എന്നുള്ള പറഞ്ഞല്ലോ. അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കാം, അതുപോലെ അവരിൽ നിന്ന് കാര്യകർത്താക്കൾ അനുസരിക്കുക, അതും നമ്മൾ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. വല കൈഫിയത്ത് മുആമലത്തി മഅൽ ഖൽഖി, അതുപോലെ തന്നെ എങ്ങനെയാണ് സൃഷ്ടികളോട് നമ്മളോട് ഇടപഴകേണ്ടത് എന്നും അവൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ വലാ യഅ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. അത് സൃഷ്ടികളോടുള്ള ഇടപഴകത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയമാണ്. നിങ്ങൾ പരസ്പരം പരദൂഷണം പറയരുത്. വേറൊരാളുടെ കുറ്റം നമ്മൾ വേറൊരാളോട് പറയാൻ പാടില്ല. ഒരാളുടെ കുറ്റം വേറൊരാളോട് പറയരുത്. അത് നമ്മളുടെ സൃഷ്ടികളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ ഫസ്റ്റ് അടിസ്ഥാന കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അള്ളാഹു നമുക്ക് ബിസിനസ് അനുവദനീയമാക്കിയിട്ടുണ്ട്, എന്നാൽ റിബ പലിശ നിഷിദ്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നല്ലദീന യഅകുലൂന അംവാലൽ യതാമ, ആരെങ്കിലും യതീമുകളുടെ ഭക്ഷണം കഴിച്ചാൽ, യതീമുകളുടെ സമ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ, ദുൽമൻ അന്യായമായി ഭക്ഷിച്ചാൽ, ഇന്നമാ യഅകുലൂന ഹുബ്തൂനിഹിം നാറ, അവർ എന്താ ശരിക്കും ചെയ്തത്? അവരുടെ വയറിനെ അവർ തീ കൊണ്ട് നിറക്കുകയാണ് ചെയ്തത്. കാരണം ഈ ഒരു യതീമക്കളെ ഭക്ഷണം സമ്പത്ത് കൊണ്ട് ഭക്ഷിക്കുക എന്ന് പറയുന്നത് തീ തിന്നുന്നത് പോലെയാണ്. പരലോകത്തെ തീയാണ് അവരതുകൊണ്ട് തിന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞ സാധനം. അപ്പം ഇതൊക്കെ അള്ളാഹു നമ്മളോട് പറഞ്ഞത് നമ്മളെ നന്മയ്ക്ക് വേണ്ടി എങ്ങനെ റിസ്ക് കൈകാര്യം ചെയ്യണം, എങ്ങനെ ആളുകളോട് ഇടപഴകണം, ഇതൊക്കെ നമ്മളെ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. വഖീസ് അലൈഹി കുല്ലു ഫസ്ന, അതുപോലെ തന്നെ പറയപ്പെട്ട മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെ ഇതേ രൂപത്തിൽ നിങ്ങൾ ആൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫഇന്നല്ലാഹ ലാ അർദ ലഹു ഫീനാ, അള്ളാഹുവിന് ഈ വിഷയത്തിലൊന്നും താല്പര്യങ്ങളില്ല. നമ്മൾ മനസ്സിലാക്കരുത്, അള്ളാഹിൻ്റെ താല്പര്യം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അള്ളാഹ്ക്ക് ഇതൊരു താല്പര്യമാണ്. അള്ളാഹ്ക്ക് താല്പര്യം ഇല്ലയെന്ന് മനസ്സിലാക്കുമ്പോൾ ഈ കാര്യങ്ങളുടെ പവിത്രതയും മോശത്തരവും നമ്മൾക്കാണ്, അവനല്ലാന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഒരാൾ ഒരുപാട് നിസ്കരിച്ചു, ആ നിസ്കാരം യഥാർത്ഥത്തിൽ നിസ്കാരം ആശിച്ച് അതിൻ്റെ ആ രൂപം അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതല്ല, നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഒരാൾ ഒരുപാട് നിസ്കരിച്ചതുകൊണ്ട് അള്ളാഹിൻ്റെ അടുക്കൽ അദ്ദേഹം വലിയ ആളാവില്ല. കാരണം എന്താ? അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല അത് നമ്മളോട് കൽപ്പിക്കപ്പെട്ടത്, നമ്മളെ ഗുണത്തിന് വേണ്ടിയാണ് കൽപ്പിക്കപ്പെട്ടത്. ഒരാൾ കള്ളു കുടിച്ചു, കള്ളുകുടി എന്ന് പറയുന്നത് വളരെ മോശമാവുന്നത് നമ്മൾക്കാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവന് കള്ളും വെള്ളവും ഒരുപോലെ തന്നെയാണ്. അവനോട് അടിസ്ഥാനപരമായി അവനോട് ഒരു വെറുപ്പൊന്നുമില്ല. അപ്പോൾ വെറുപ്പ് നമ്മൾക്കാണ്.
നമ്മളെ വെറുപ്പ് കൊണ്ടാണ് അവന് വെറുപ്പ്, അല്ലാതെ അവന് സ്വന്തമായി അതിനോടില്ല. അതുകൊണ്ട് തന്നെ എത്ര കള്ളുടിയനും അള്ളാഹിനോട് തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുക്കും. എന്നാൽ പലപ്പോഴും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം, അതിനേക്കാൾ മോശപ്പെട്ട അള്ളാഹ് വെറുക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയൽ, പരദോഷം. കാരണം അത് അള്ളാഹ് ബഹുമാനിച്ചതിനെ നമ്മൾ നിന്ദിക്കലാണ്. അതേസമയം ഇതിനോട് അടിസ്ഥാനപരമായ അള്ളാഹ്ക്കൊരു വെറുപ്പോ സ്നേഹമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഈ കൽപ്പനകളൊക്കെ നമ്മളോട് അള്ളാഹു നൽകിയത് അവൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല. അവനതിനൊരു പ്രത്യേക താല്പര്യമൊന്നുമില്ല. പിന്നെ നമ്മളുടെ താല്പര്യത്തിന് വേണ്ടി അവൻ ഇതൊക്കെ നമ്മോട് കൽപ്പിച്ചത്. വൈന്നമാ ഹലക്കന ലിന അരിഫുഹോ ബിവസ്ഫൈ, അള്ളാഹു നമ്മളെ പടച്ചത് അവൻ്റെ രണ്ട് വിശേഷണങ്ങൾ അറിയാൻ വേണ്ടിയാണ്. കറമിഹിൽ എഹ്സാൻ ഇലാ അഹ്ബാബിഹി, അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരോട് നല്ല രൂപത്തിൽ കാരുണ്യത്തിൽ വർത്തിക്കുന്നത് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ വേണ്ടി. വൈൻതിഖാമഫി അഅദാഹി ലാഹിറൻ, അതുപോലെ തന്നെ ബാഹ്യമായ അവൻ്റെ ശത്രുക്കളോട് അവൻ പക വീട്ടുന്നതും സാക്ഷ്യം വഹിക്കാൻ വേണ്ടി. കുല്ലും മിൻഹു ബാത്തിനൻ, പക്ഷേ യഥാർത്ഥത്തിൽ ആന്തരികമായ രണ്ടും അവൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് രൂപത്തിൽ കാണാൻ പറ്റും. ഒന്ന്, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോട് ഇഷ്ടപ്പെട്ടവരോട് അള്ളാഹു നല്ല രൂപത്തിൽ വർത്തിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ അള്ളാഹു കോപിച്ചവരോട് മോശം രൂപത്തിൽ നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ രണ്ടും അള്ളാഹിൻ്റെ ഭാഗത്തു നിന്നാണ്, രണ്ടും നല്ലതുമാണ്. പക്ഷേ ബാഹ്യമായി നമുക്ക് നോക്കുമ്പോൾ ഒന്നൊരു കോപവും ഒന്നൊരു സ്നേഹവുമായി ഫീൽ ചെയ്യും. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് അള്ളാഹു നമ്മുടെ അടുത്ത് നിന്ന് ആഗ്രഹിക്കുന്നത്. ഫബയ്യൻ ലനാ കൈഫിയത്തുൽ മആശി വസ്സലാഹി വൽ ഖലാസി വൽ മുഖാലത്വത്തി മാൽ അബീദിഹി, അതുപോലെ തന്നെ ഫബയ്യൻ ലനാ, നമുക്കവൻ വ്യക്തമാക്കി തന്നു കൈഫിയത്തുൽ മആശി, എങ്ങനെയാണ് മഈശത്ത് നേടേണ്ടത്, സലാഹ് എങ്ങനെയാണ് നന്മ കൈവരിക്കേണ്ടത്, വഖലാസ് എങ്ങനെയാണ് മോക്ഷം കൈവരിക്കേണ്ടത്, മുഹാലത്വത്തി മഹാൽ അബീദി അവൻ്റെ അടിമകളോട് എങ്ങനെയാണ് ഇടപഴകേണ്ടത്, ഇതൊക്കെ നമുക്ക് അവൻ വ്യക്തമാക്കി തന്നു. ബിഹൈസു ലാ യുഅയ്യിറു അഹദൻ, എത്രത്തോളം എന്നാൽ അവൻ്റെ അടിമകളുടെ അവസ്ഥയിൽ നിന്ന് ഒന്നും മാറ്റാൻ ആരും ശ്രമിക്കരുത്. ഫൈനു ഹറാമുൻ ഖാത്തിൻ, അത് വ്യക്തമായ നിഷിദ്ധമായ കാര്യമാണ്. അവൻ്റെ അടിമകൾ അള്ളാഹു എങ്ങനെയാണ് വെച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ വെക്കുക. നമുക്ക് ആ അടിമകളോടുള്ള ബാധ്യത ശരീഅത്ത് കൽപ്പിച്ച ബാധ്യതയുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ സ്വന്തമായൊരു കൈകാര്യം ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കരുത്. കുല്ലു മാ ഫീഹി ളററുൻ അലാ നഫ്സിക ളാഹിറൻ വബാത്തിനൻ യഅലമുഹു ഹുവ വഅൻത ലാ തഅലമുഹു. കുല്ലു മാ ഫീഹി ളററു അലാ നഫ്സിക, നിങ്ങളെ നഫ്സിന് നിങ്ങൾക്ക് സ്വന്തമായി ദ്രോഹം ചെയ്യുന്ന എല്ലാ കാര്യവും, ലാഹിറൻ വബാത്തിനൻ, അത് ബാഹ്യമാവട്ടെ ആന്തരികമാവട്ടെ, നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന എല്ലാ കാര്യവും യഅലമുഹു, അതിനെക്കുറിച്ച് അള്ളാഹുവിനറിയാം. ഹുവ വഅൻത ലാ തഅലമുഹു, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല. നിങ്ങൾക്ക് ദ്രോഹമുള്ള എന്താ കാര്യം, അതൊക്കെ അള്ളാഹ്ക്ക് അറിയാം, നിങ്ങൾക്കറിയില്ല. ലിഅന്നക മത്ബൂബുൻ വഹുവ തബീബുൻ, കാരണം നിങ്ങൾ രോഗിയാണ്, അവൻ ഡോക്ടറുമാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ദ്രോഹം എന്ന് അവനറിയാം. അതുകൊണ്ടാണ് അവൻ ആ ദ്രോഹമുള്ള കാര്യത്തിൽ നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഡോക്ടർ രോഗിയോട് നീ ഇത് കഴിക്കരുത് എന്ന് പറയുമ്പോൾ രോഗിക്ക് അത് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. അപ്പം എന്നാലും രോഗി മനസ്സിലാക്കണം, ഡോക്ടർ എന്നോടത് കഴിക്കരുത് പറഞ്ഞത് എൻ്റെ ഗുണത്തിന് വേണ്ടിയാണ്. അതുപോലെയാണ് പരിശുദ്ധമായ ശരീഅത്തിൻ്റെ പല കാര്യങ്ങളും നമ്മളോട് പലതും വിലക്കിയത് നമ്മളെ നന്മക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ അവന് വേണ്ടിയിട്ടല്ല. നമുക്കത് ആഗ്രഹമുണ്ടെങ്കിൽ പോലും. മനഅക മിൻഹു വനസബലക്കൽ വഈദു അലാ ഫിഅലിഹി, അതുപോലെ തന്നെ നമ്മൾക്ക് ദോഷകരമായ കാര്യങ്ങൾ അവൻ നമ്മളിൽ നിന്ന് നമ്മളോട് നമുക്ക് വിലക്കുകയും അതുപോലെ അതിനെക്കുറിച്ച് ആ പ്രവർത്തനത്തെക്കുറിച്ച് നമ്മളോട് താക്കീത് നൽകുകയും ചെയ്തു. വഹുവ ഇഫ്സാദു നഫ്സിക വഇഹ്ലാഖുഹാ മിൻ ഹൈസു ലാ തശ്ഉർ, അത് ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിന്റെ നഫ്സിനെ നശിപ്പിക്കുന്നതും ഹലാക്കിലാക്കുന്നതുമാണ്. മിൻ ഹൈസു ലാ തശ്ഉർ, നിനക്ക് ചിലപ്പോൾ അറിയാൻ സാധിക്കണമെന്നില്ല.
നീ അറിയാതെ തന്നെ നിന്റെ നഫ്സിനെ നശിപ്പിക്കുന്ന കർമ്മങ്ങളാണ് അവയൊക്കെ. കുല്ലുമൻ അയ്യറ ഹർഫം മിൻ കിതാബിഹി അല്ലദീ ഹുവ ഖലഖഹു. അള്ളാഹുവോടെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ കിതാബാകുന്ന സൃഷ്ടികളിൽ നിന്നുള്ള ഒരു ഹർഫിനെ, ഒരു അക്ഷരത്തെ ആരെങ്കിലും മാറ്റാൻ ഉദ്ദേശിച്ചാൽ ഹറമഹു അൻക വനഹാക അൻ, അത് അവനെ സംബന്ധിച്ചിടത്തോളം ഹറാമായ കാര്യമാണ്. അതുപോലെ തന്നെ അവനോട് ചെയ്യരുതെന്ന് കൽപ്പിക്കപ്പെട്ടതുമാണ്. ഇവിടെ എന്താണ് അള്ളാഹു സൃഷ്ടിക്കുമ്പോൾ വെച്ചിട്ടുള്ള ക്രമം? നമ്മൾ മുമ്പിൽ എങ്ങനെയാണോ, എന്ത് ക്രമത്തിലാണോ വെച്ചിട്ടുള്ളത് അങ്ങനെ തന്നെ മനസ്സിലാക്കലും അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യലുമാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത്. കുല്ലുമാ യശ്അലുക അനില്ലാ മിനദ്ദുനിയ വൽ-ആഖിറ ഹറമഹു അൻക വഇൻ കാന മിൻ അത്യബിൽ ഹലാൽ. വകുല്ലുമൻ യശ്അലു അനില്ലാ, അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തെറ്റിക്കുന്ന എന്ത് കാര്യവും, ദുനിയാ വൽ-ആഖിറ, ദുനിയാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ എന്ത് കാര്യവും, അൻക വഇൻ കാന അൻക ഹറമഹു അൻക, അത് നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടതാണ്, നിഷിദ്ധമാക്കപ്പെട്ടതാണ്. വൈൻ കാന മിൻ അത്യബിൽ ഹലാൽ, അത് ഏറ്റവും നല്ല ഹലാലായ കാര്യമാണെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ ചിന്തിക്കാറില്ലേ, എനിക്കൊരു ജോലി കിട്ടാൻ ആഗ്രഹമുണ്ട്, ആ ജോലി ഏറ്റവും നല്ല ജോലിയാണ്, ആ ജോലി ചെയ്താൽ എനിക്കിത് കിട്ടും അത് കിട്ടും, ആ കാര്യത്തിൽ പ്രവർത്തിക്കാം, എനിക്ക് എൻ്റെ ഔറാദുകൾ കൊണ്ടെടുക്കാൻ പറ്റും, ഒഴിവ് സമയം ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങളുണ്ടാവും നമ്മൾ വിചാരിക്കും. അത് ഏറ്റവും നല്ല ഹലാലായ കാര്യം നമ്മൾ വിചാരിക്കും. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കും. ചിലപ്പോൾ അത് അള്ളാഹു നമുക്ക് തരൂല. കാരണം നമുക്കറിയാം, അള്ളാഹുവിനറിയാം ആ ഒരു കാര്യം നമുക്ക് ലഭിച്ചാൽ നമ്മൾ അതുകൊണ്ട് അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ അള്ളാഹിനെ മറക്കുന്നൊരവസ്ഥ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹിൻ്റെ അടിമക്ക് അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലർ വിചാരിക്കില്ല, എനിക്കൊരു കുട്ടി ഉണ്ടായാലും എത്ര നന്നായിരുന്നു, ഞാൻ കുട്ടീനെല്ലാം ചോദിക്കണമെന്നുള്ളൂ, അതുകൊണ്ട് നിനക്കൊരുപാട് നന്ദി ചെയ്യാമല്ലോ, ഏറ്റവും നല്ല കാര്യമില്ല, അവർ നല്ല രൂപത്തിൽ എനിക്ക് വളർത്താമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരുപാട് അള്ളാഹുവിനോട് ചോദിക്കും. പക്ഷേ അതുകൊണ്ടൊന്നും ചിലപ്പോൾ ഒരു കുട്ടീനെ കിട്ടണമെന്നില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? അള്ളാഹുവിനറിയാം നമ്മൾ ആ കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തെറ്റിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ടാണ് ഏറ്റവും നല്ല ഹലാലായ കാര്യമാണെങ്കിൽ പോലും നമ്മൾ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നമുക്ക് നൽകാത്തത്, നമുക്ക് അള്ളാഹു അത് നിഷിദ്ധമാക്കിയത് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത് എന്ന് കരുതി മാത്രമാണ്. അല്ലാതെ അത് ഹറാമായതുകൊണ്ടോ നിഷിദ്ധമായതുകൊണ്ടോ അല്ല. നമ്മളെ അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കുന്ന എന്തും അത് നമുക്ക് ഹറാമായ കാര്യം. ലിഐറമൻ യശ്ഉലുഹു വഫദലുൽ ഹലാലി യശ്ഉലു ഐറൽ മുൻതഹി. എന്നാൽ മറ്റുള്ളവരൊക്കെ അത് അതിലും മുഴുകുന്നുണ്ടാവും. പ്രത്യേകിച്ചും മുൻതഹിയായ ആളുകൾ, അതായത് ആത്മീയമായ യാത്രയിൽ എത്തിയവർ. നമ്മൾക്ക് ചിലപ്പോൾ ഒരുപാട് സമ്പത്ത് വർധനവ് ലഭിച്ചാൽ നമ്മൾ ആ വർധനവ് കൊണ്ട് ചിലപ്പോൾ അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് ഒരിക്കലും അള്ളാഹു നമുക്ക് സമ്പത്ത് വർധനവ് നൽകൂല. ചിലപ്പോൾ നമ്മൾ കടത്തിലായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. നമ്മൾ ചോദിക്കും, അള്ളാഹു ഈ കടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ, എന്നാലും നമ്മളെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തൂല. എന്തുകൊണ്ടാണ്? ആ കടത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നമ്മൾ അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥ ഉണ്ടായിക്കൂടായില്ല. എന്നാൽ ആത്മീയമായ യാത്രയുടെ അവസാനത്തിലെത്തിച്ചേർന്നവർ, ഉന്നതമായ പരിപൂർണതയിലെത്തിച്ചേർന്നവർക്ക് ഇതൊരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവർക്ക് ഹലാലായ കാര്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഒരിക്കലും അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. അവർക്ക് സമ്പത്ത് വർദ്ധിച്ചതുകൊണ്ട് അള്ളാഹുവിനെ മറക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. മക്കളെ വർദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല. സൗകര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ട് അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്കത് അള്ളാഹു നൽകുകയും നമ്മളിൽ നിന്ന് അള്ളാഹു അത് തടയുകയും ചെയ്യും. കാരണം എന്താ? നമ്മൾ തുടക്കക്കാരായതുകൊണ്ടാണ്. അപ്പോൾ തുടക്കക്കാർക്ക് കൂടുതൽ നിബന്ധനകളുണ്ടാവും. തുടക്കക്കാർക്ക് കൂടുതലായി അള്ളാഹു പല കാര്യങ്ങളും തടഞ്ഞു നിർത്തും. എന്നാൽ അവസാനക്കാർക്ക് അള്ളാഹു ഒരുപാട് നൽകുകയും ചെയ്യും, അവർ ചോദിക്കാതെ തന്നെ. കാരണം എന്തുകൊണ്ടാണ്? അത് അവരുടെ നന്മക്ക് വേണ്ടിയിട്ടാണ്. തുടക്കക്കാർ ഇതിൽ മുഴുകിയാൽ അവർ അള്ളാഹിനെ മറക്കുന്നൊരവസ്ഥ ഉണ്ടാവും. അവസാനക്കാർക്ക് അത് കൊടുത്താലും അള്ളാഹിനെ കൂടുതൽ ഓർക്കുക എന്നല്ലാതെ അത് അവരെ മറപ്പിക്കുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കൂല. മാത്രമല്ല മുൻതഹി വയുഈനുഹു, അവസാനക്കാരെ സംബന്ധിച്ചിടത്തോളം, ആത്മീയമായ യാത്രയിൽ അവസാനമെത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹലാലായ കാര്യങ്ങൾ വർദ്ധിക്കുക എന്ന് പറയുന്നത് അവരോട് യോജിച്ച കാര്യവുമാണ്. കാരണം അവരെത്രത്തോളം ഹലാലായ കാര്യങ്ങൾ അവർക്ക് വർദ്ധിച്ച് കിട്ടുന്നോ അത്രത്തോളം അള്ളാഹുവിന് നന്ദി ചെയ്യുകയുള്ളൂ. അവർക്ക് ഒരുപാട് സമ്പത്ത് വർദ്ധിച്ചു, സ്വാലിഹീങ്ങളായ മക്കളുണ്ടായി,
ഭാര്യമാരുണ്ടായി, അതുപോലെ അവർക്ക് ഒരുപാട് സ്വത്ത് കിട്ടി, അവർക്ക് കുറേ അറിവ് കിട്ടി, അവർക്ക് ഒരുപാട് അനുയായികൾ ലഭിച്ചു. എന്താണെങ്കിലും ഇതൊക്കെ തന്നെ അവരോട് യോജിച്ച കാര്യമാണ്. കാരണം അവരെത്രത്തോളം അത് അവർക്ക് കിട്ടുന്നോ അത്രത്തോളം അവർ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നൊരവസ്ഥയായിരിക്കും. അതുപോലെ തന്നെ അത് അവർക്ക് സഹായകരമായ കാര്യമാണ്. ആത്മീയമായി അവർ ഉയർത്താൻ ഇത്തരം ഹലാലായ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതേ ദർസിൽ പഠിക്കേണ്ടായി. ഹലാലായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്ത് ഹലാലായ കാര്യം എന്ന് പറഞ്ഞ സാധനം ഇല്ല. ഒന്നെങ്കിൽ അവർക്കത് നിർബന്ധമായ കാര്യമാണ്, അല്ലെങ്കിൽ സുന്നത്തായ കാര്യമാണ്. എല്ലാ ഹലാലായ കാര്യവും അവർക്ക് സുന്നത്താണ്. കാരണം അതൊക്കെ അള്ളാഹുവിൻ്റെ തജല്ലിനെ അവർക്ക് വർദ്ധിപ്പിച്ച് കാണിച്ചു തരുന്നതും അള്ളാഹുവിലേക്ക് അവരെ കൂടുതൽ അടുപ്പിക്കുന്നതുമാണ്. അവർക്ക് ഹലാൽ എന്നുള്ള സാധനമല്ല, ഒന്നുകിൽ സുന്നത്ത് അല്ലെങ്കിൽ നിർബന്ധം. അപ്പോൾ ഈ ഹലാലായ കാര്യങ്ങൾ അവർക്ക് വർദ്ധിക്കുന്നത് അവരെ അത് സഹായിക്കുകയും അവരോടത് യോജിച്ചതുമായി നിൽക്കുകയും മാത്രമേ ഉണ്ടാവുള്ളൂ. ഫസാറ സുഹുദു വാജിബൻ ലിൽ മുബ്തദിഅ. പക്ഷേ തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം, ആത്മീയമായ യാത്രയിൽ തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് സുഹുദ് എന്ന് പറയുന്നത്, ലൗകികമായ പരിത്യാഗം എന്ന് പറയുന്നത് വാജിബാണ്, നിർബന്ധമായ കാര്യമാണ്. അവനെന്ത് ചെയ്യരുത്, അവന് അവസാനക്കാർ നിൽക്കുന്നത് പോലെ അവൻ നിൽക്കാൻ പറ്റൂല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖിൻ്റെ അടുത്ത് മുഹീദ്ദീൻ ഷേഖ് നല്ല കോയിനൊക്കെ ഇങ്ങനെ തിന്നും, കോയും ആ കാലത്ത് ഏറ്റവും നല്ല ഭക്ഷണമൊക്കെ ആയിട്ട് ഇങ്ങനെ തിന്നുമ്പോൾ ഒരു ഉണക്ക റൊട്ടി മാത്രം കൊടുത്തിരുന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. അപ്പോൾ ആ ഉമ്മ ആ ശിഷ്യനെ അവിടെ കൊണ്ടാക്കിയിട്ട് കുറേ കാലം കഴിഞ്ഞ് കാണാൻ വരിക. അപ്പോൾ നോക്കുമ്പോണ്ട് മുഹീദ്ദീൻ ഷേഖിൻ്റെ ശിഷ്യൻ ഇങ്ങനെ ഉണക്ക റൊട്ടി തിന്നുന്നു, മെലിഞ്ഞൊട്ടിയിട്ടുണ്ട്. ആ ഉമ്മക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്തത്ര ആരോഗ്യം ക്ഷയിച്ചൊരവസ്ഥയിലാണ് ആ കുട്ടീനെ കാണുന്നത്. അപ്പോൾ ആ കുട്ടി ചോദിച്ചു മുഹീദ്ദീൻ ഷേഖിനോട്, എന്താണ് ഈ കുട്ടി, നിങ്ങളിങ്ങനെ നല്ല ഉഷാറായ ഭക്ഷണം കഴിക്കുക, എന്നിട്ട് കുട്ടി ഇങ്ങനെ ഉണങ്ങിയ റൊട്ടിയും കഴിച്ചിരിക്കുകയാണോ, എന്താണ് നിങ്ങൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, നിങ്ങളെന്തൊരു ഗുരുവാണ് എന്ന് ചോദിച്ചപ്പോൾ ഷേഖ് അവർകൾ കോഴി തിന്ന് കഴിഞ്ഞ് അതിൻ്റെ മുള്ളിനോട് പറക്കാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ചൊല്ലു വന്ന് കോഴിയുടെ എല്ലോട് കൂകന്ന് ചൊന്നാരെ എന്ന് പറഞ്ഞില്ലേ, അതായത് അതിനോട് എന്നിട്ട് എണീറ്റ് പറന്ന് പോകാൻ പറഞ്ഞു. അപ്പോൾ അത് എഴുന്നേറ്റ് പറന്നുപോയി. എന്നിട്ട് മുഹീദ്ദീൻ ഷേഖ് പറഞ്ഞു, ഇതുപോലെ നിങ്ങൾ ചെയ്താൽ, ഇതുപോലെ നിങ്ങളെ മകന് ചെയ്യാൻ സാധിച്ചാൽ അവൻ എന്നെപ്പോലെ ഭക്ഷണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. അതേസമയം ഇപ്പോൾ അവന് അത് പറ്റൂല. അപ്പോൾ അവനതൊക്കെ അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് അവനിങ്ങനെ ഞാൻ പരിമിതപ്പെടുത്തിയത് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തുടക്കക്കാരായ യാത്രക്കാർക്ക്, ആത്മീയമായ യാത്രക്കാർക്ക് അവർക്ക് അധികരിച്ച ആ ഹലാലുകൾ അവരെ സമയത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. അവർക്ക് അതുകൊണ്ട് നിർബന്ധമാണ് ഹലാലായ കാര്യങ്ങളിൽ നിന്ന് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഹറാമൻ അലൽ മുൻതഹി, അതുപോലെ തന്നെ ഈ ആത്മീയമായ യാത്രയിൽ മുന്നോട്ട് പോയ ആൾ, ഏറ്റവും ഉന്നതമായ പദവി എത്തിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ദുഹുദ്, ലൗകികമായ പരിത്യാഗം എന്ന് പറയുന്നത് ഹറാമുമാണ്. അതിപ്പോൾ എല്ലാത്തിലൂടെയും എല്ലാ അനുഗ്രഹത്തിലൂടെയും അള്ളാഹുവിന് നന്ദി ചെയ്ത് അള്ളാഹിനെ കണ്ട് അള്ളാഹിൻ്റെ മുറാഖബയിലായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അങ്ങനെ ഉന്നതമായ അവസ്ഥ എത്തിച്ചൊരു ആളുണ്ടെന്ന് കരുതുക, അവനൊരു അനുഗ്രഹവും അവനെ അള്ളാഹുവിൽ നിന്ന് തെറ്റിക്കുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ എത്തിച്ച ഒരാളുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവൻ അതൊക്കെ ഒഴിവാക്കി, ഞാൻ ഒറ്റയ്ക്ക്, ഞാൻ ആരുമായിട്ടൊരു ബന്ധവുമില്ല, എൻ്റെ ഭാര്യമാരായിട്ട് ബന്ധമല്ല, മക്കളായിട്ട് ബന്ധമല്ല, എനിക്ക് പണം വേണ്ട, സൗകര്യങ്ങളും വേണ്ട, ഞാനിങ്ങനെ ദാരിദ്ര്യത്തിലുമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. അല്ലാഹു ഹൽ തഖിഫു ഇൻദ മസാലിഹിക വതജ്തനിബു മദാറക. അതുകൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും, നിങ്ങളുടെ നന്മക്ക് വേണ്ടി നിങ്ങളെ പരീക്ഷിക്കും. ഇത്തരം കാര്യങ്ങൾ നൽകിക്കൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കുന്നുണ്ടോ, ദ്രോഹമുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നിട്ടോ നിൽക്കുന്നുണ്ടോ നോക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് ദ്രോഹമുള്ള കാര്യങ്ങൾ നൽകി അവൻ നിങ്ങളെ പരീക്ഷിക്കും. എന്നിട്ട് നിങ്ങൾ നോക്കും നിങ്ങൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ. ലിഅന്നഹു ബയ്യന ലക ഫി കിതാബിഹി അതമ്മൽ ബയാൻ. അവൻ്റെ പരിശുദ്ധമായ ശരീഅത്ത് വ്യക്തമായി അവൻ്റെ കിതാബിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പരിപൂർണാർത്ഥത്തിൽ. മാ യൻഫഉക വമാ യദുറുക വദാലിക ഐനു ശരീഅത്തി ലാ സായിദു അൻഹു. നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ മാത്രമാണ് ശരീഅത്തിന് പഠിപ്പിക്കപ്പെട്ടത്. നിങ്ങൾക്ക് ഉപദ്രവകരമായ കാര്യങ്ങൾ മാത്രമാണ് ശരീഅത്ത് നിങ്ങളോട് ഒഴിവാക്കാൻ പറഞ്ഞത്. അതാണ് യഥാർത്ഥത്തിൽ ശരീഅത്തിൻ്റെ സത്ത, അല്ലാതെ മറ്റൊന്നുമല്ല. ശരീഅത്ത് തന്നെ അള്ളാഹ് അങ്ങനെ തന്നൊരു നിയമമല്ല. നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ അവർ നിയമമാക്കി, നമുക്ക് ഉപദ്രവമുള്ള കാര്യങ്ങൾ അവൻ നിയമമാക്കി, അല്ലാതെ വേറൊന്നുമല്ല ശരീഅത്ത്. അപ്പോൾ ശരീഅത്തു ഹാക്കിമത്തു അലൈക അൻ തഖിഫ ഇൻദ ഹുദൂദല്ലാഹ്.
അതുകൊണ്ട് തന്നെ ശരീഅത്ത് നിങ്ങളുടെ നിന്ന് താല്പര്യപ്പെടുന്നത് അള്ളാഹു വെച്ച അതിർവരമ്പുകൾ നിങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. ഹുദൂദുല്ലാഹി ഹിയ മസാലിഹുക വജിതിനാബു മദാറക്. അള്ളാഹുവിൻ്റെ പരിധികൾ, അള്ളാഹുവിൻ്റെ അതിർവരമ്പുകൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ നന്മക്ക് വേണ്ടിയുള്ള നല്ല കാര്യങ്ങളും നിങ്ങളെ ഉപദ്രവിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കലുമാണ്. വലൈസ കമാ യഫ്ഹമുഹുൽ ഉമർ. അല്ലാതെ വിവരമില്ലാത്ത ആൾക്കാർ അതിനെപ്പറ്റി മനസ്സിലാക്കിയതുപോലെ അല്ല. വിവരമില്ലാത്ത ആൾക്കാർ എന്താ അതിനെപ്പറ്റി മനസ്സിലാക്കിയത് നേരത്തെ നമ്മൾ വിശദീകരിച്ചു. അല്ലാതെ അങ്ങനെയല്ല, ഇത് നിങ്ങളെ ഗുണത്തിന് വേണ്ടി പറഞ്ഞതാണ്. അള്ളാഹു നിങ്ങളെ ഇങ്ങനെ കുഴക്കുക, നിങ്ങളെ ബുദ്ധിമുട്ടാക്കുക എന്നുള്ളത് അള്ളാഹിൻ്റെ പണിയല്ല. നിങ്ങൾ വിചാരിക്കണം കുറേ അമലൊക്കെ ചെയ്യിപ്പിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടാക്കണം അള്ളാഹ്. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്, അത് അള്ളാഹിൻ്റെ പണിയല്ല. അവൻ യുദയ്യക്കാലേ, അള്ളാഹു നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇടുക്കി തരിക എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ പണിയല്ല. നിങ്ങൾക്ക് അള്ളാഹു കാര്യങ്ങൾ ഇടുക്കി തരികയല്ല, കുഴപ്പത്തിലാക്കുകയല്ല. വയുഹരിമു അലൈഹി ബിലാ മസ്ലഹത്തിഹി. നിങ്ങളെ ഗുണത്തിന് വേണ്ടിയല്ലാതെ അവൻ നിങ്ങൾക്ക് ഒരു കാര്യവും ഹറാമാക്കിയിട്ടുമില്ല. അതിൽ നിന്നൊക്കെ അള്ളാഹു ഉലുവൻ കബീറ. ഇങ്ങനൊക്കെ ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹു എത്രയോ വലിയവനാണ്. ഫമാ ഫഅലുഹു ഫീക ഹിക്മത്തുൻ റാജിഅത്തുൻ ഇലൈക്. നിങ്ങളോട് അവൻ ചെയ്യാൻ കൽപ്പിച്ചതൊക്കെ തന്നെ നിങ്ങളിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു ഗുണത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അവന് അതിനൊന്നും ആവശ്യമുണ്ടായിട്ടല്ല. വകുല്ലു മൻ ഖലഖഹു മിനൽ ഹയവാനി വൽ ജവാമിദ്. ഇവിടെ സൃഷ്ടിക്കപ്പെട്ട എല്ലാ മൃഗങ്ങളും ജീവനില്ലാത്ത വസ്തുക്കളും ഹലക്കഹു ലക്കയാ ബനിയാദം. ആദം സന്തതികളെ നിങ്ങൾക്ക് വേണ്ടിയാണ് പടക്കപ്പെട്ടത്, അല്ലാതെ അവന് വേണ്ടിയിട്ടല്ല. ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ഓരോന്നും നിങ്ങൾക്ക് വേണ്ടിയാണ് പടക്കപ്പെട്ടത്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരമായ കാര്യങ്ങളാണ് അവൻ നിങ്ങൾക്ക് അനുവദനീയമാക്കിയത്. അതുപോലെ തന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉപദ്രവമായ കാര്യങ്ങളാണ് നിങ്ങളോട് വിട്ടുവെക്കാനും പറഞ്ഞത്. ഏതെങ്കിലും ഒരു കാര്യം ഇവിടെ നമുക്ക് ഉപദ്രവം ഉണ്ടെന്ന് തോന്നുന്നു, നമ്മളോട് പറഞ്ഞു പന്നിയിറച്ചി കഴിക്കരുത്, നമ്മളോട് പറഞ്ഞു പിന്നെ പാമ്പിനെ തിന്നരുത്, ഇതൊക്കെ അള്ളാഹു നമ്മളോട് പറഞ്ഞത് നമ്മളെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. അതേസമയം നമ്മളോട് ആടിനെയും ഒട്ടകത്തിനെയും അറുത്ത് തിന്നാൻ പറഞ്ഞു, അത് നമ്മളെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. പാമ്പിനെയും പന്നിനെയും ഒക്കെ ഭക്ഷിച്ചാൽ നമുക്ക് മോശമാണെന്ന് അവനറിയാം, അതുകൊണ്ടാണ് അവന് നമ്മൾ അത് വിലക്കിയത്. അതേസമയം നമുക്ക് ഗുണകരമായ കാര്യങ്ങൾ അവർ അനുവദിക്കുകയും ചെയ്തു. ഖിതാബു ശരീഅത്തി മുബയ്യിനത്തി അലാ ഐദി ഖുലഫാഇഹി ഫിൽ അർദ്. ശരീഅത്തിൻ്റെ സംസാരം ഭൂമിയിലേക്ക് അയക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഖലീഫമാരിലൂടെ അള്ളാഹു നടത്തിയ ശരീഅത്തിൻ്റെ സംസാരം. ഫൈംതസല സിയാസത്തി ഹിക്മത്തിഹി തസ്അദു ഫി ദുനിയ വൽ ആഖിറ വതഈഷു ഫി സലാമത്തിൻ. ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് കാര്യങ്ങൾ സന്തോഷകരമായി തീരാൻ വേണ്ടി നൽകപ്പെട്ട ചില നിയമങ്ങളാണ്. അതുപോലെ തന്നെ അവൻ്റെ ഭരണങ്ങളാണ്. തഈഷു ഫി സലാമത്തിൻ, അതുപോലെ തന്നെ നമ്മളെ സലാമത്തിന് വേണ്ടിയിട്ടും അവനുണ്ടാക്കിയതാണ്. വൈൻ ഖാലഫതഹ തഹ്ലികു നഫ്സക്. ആരെങ്കിലും അതിനോടെതിരായാൽ, അതായത് അള്ളാഹിൻ്റെ ഖലീഫ ഇവിടെ കൊണ്ടുവന്ന അള്ളാഹുവിൻ്റെ നിയമത്തിനോട് ആരെങ്കിലും എതിരായാൽ തഹ്ലിക് നഫ്സക, അവനതുകൊണ്ട് അവൻ്റെ നഫ്സിനെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഫിദ്ദുനിയ ഔ ഫിൽ ആഖിറ ഔ ഹുമാ മഅൻ. ഒന്നെങ്കിൽ ദുനിയാവിൽ അതുകൊണ്ട് അവന് നാശം വന്നു ചേരും, അല്ലെങ്കിൽ ആഖിറത്തിൽ, അല്ലെങ്കിൽ രണ്ടിലും ഇങ്ങനൊരവസ്ഥ ശരീഅത്തിനോടെതിരായാൽ ഉണ്ടാവും. വയ്യാക്ക, അതുകൊണ്ട് സൂക്ഷിക്കണം. മുഹാലഫത്ത് നസ്സു ശരിയ, ശരീഅത്തിൻ്റെ നസ്സിന്, ശരീഅത്തിൻ്റെ കൽപ്പനയോട് എതിരാകുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. ഫൈന്നഹ ത്വരീഖു റിദ്വാനല്ലാഹ്, കാരണം പരിശുദ്ധമായ ശരീഅത്തിനോട് യോജിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്കുള്ള വഴിയാണ്. ആരെങ്കിലും ശരീഅത്തിനെ കൊണ്ടു നടന്നാൽ അവൻ അള്ളാഹുവിന് തൃപ്തി ലഭിച്ചു. ത്വരീഖു സലാമത്തിൻ ദീനിക വബദനിക വമാലിക വവലദിക. അതുപോലെ തന്നെ നമ്മുടെ ദീനിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ സമ്പത്തിനും നമ്മുടെ സന്താനങ്ങൾക്കും ഒക്കെയുള്ള സലാമത്തിൻ്റെ, അതിനൊക്കെയുള്ള സൗഖ്യത്തിൻ്റെ സലാമത്തിൻ്റെ വഴിയാണ് പരിശുദ്ധമായ ശരീഅത്ത് അംഗീകരിക്കുക എന്ന് പറയുന്നത്. അതനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുക എന്ന് പറയുന്നത്. ഫമാ ഹലക്ക മൻ ഹലക്ക ഇല്ലാ ബി മുഖാലഫത്തിഹ. അതിനോടെതിരായവരല്ലാതെ നശിച്ചിട്ടില്ല. ഫമാ റിബ്ഹ മൻ റിബ്ഹ ഇല്ലാ ബിഹ.
അതിനോട് യോജിച്ചവരല്ലാതെ നേട്ടങ്ങളൊന്നും കൈവരിച്ചിട്ടുമില്ല. അപ്പം നേട്ടങ്ങളൊക്കെ കൊയ്ഞ്ഞത് അതിനോട് യോജിച്ചവരാണ്. നാശങ്ങളായ നാശങ്ങളൊക്കെ കൈവരിച്ചതും അതിനോടെതിരായപ്പോഴാണ്. വഹിയ ഐനുൽ ഹഖീഖത്തി, കാരണം അതാണ് ഹഖീഖത്തിൻ്റെ സത്ത. ഐനുൽ റിബ്ഹി, അതാണ് നേട്ടങ്ങളുടെ സത്ത. ഐനുൽ ഫലാഹ്, അതാണ് വിജയത്തിൻ്റെ സത്ത. അറഅയ്ത അന്ന മൻ ഹർസ വഅതഖനൽ അമല ഫി വഖത്തിൽ ഹർസി, നിങ്ങൾ കണ്ടിട്ടില്ലേ പാടത്തെ ഉഴുതുമറിക്കുന്ന ആളുകളെ വാത്തഖനൽ അമല ഫി വഖത്തിൽ ഹർസി, എന്നിട്ട് ആ ഉഴുതുമറക്കുന്നത് അവൻ ഏറ്റവും നല്ല രൂപത്തിലാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഹസനൻ, എന്നിട്ട് അവിടേക്ക് നല്ല വിളവെടുപ്പ് ഉണ്ടാക്കി തരുന്ന വിത്തിനെ അവൻ വിതയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വനക്കാഹു മിൻ ഷൗഖിൻ വകുല്ല മൻ യദുറുഹു, എന്നിട്ട് അതിന് യോജിക്കാത്ത, അതിനെ ഉപദ്രവിക്കുന്ന എല്ലാ മുൾച്ചെടികളെയും അവൻ പറിച്ചു കളയുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അലം യകുൻ ദാലിക അലാമത്തുൻ അലാ ഹസ്നി ജർഇ ബഅദ ദറാസതി വതസ്ഫിയതി, എന്നിട്ട് അത് വിളവെടുത്തതിന് ശേഷം അതിനെ മെതച്ച് അതിനെ ശുദ്ധീകരിച്ച് അത് എടുത്തു വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പിന്നെ ഭാവിയിൽ അത് നിങ്ങൾക്ക് വിതയ്ക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ നെല്ല് കൊയ്ത് അതിൽ നിന്ന് അരികളെടുത്ത് അതിൻ്റെ പുല്ലെടുത്ത് മെതച്ച് അതിൻ്റെ ഉള്ളിലുള്ള പൊടിപടലങ്ങളൊക്കെ മാറ്റി അതെടുത്ത് ശേഖരിച്ച് നമ്മൾ എടുത്തു വെക്കാറില്ലേ? നമ്മളെ ഗുണത്തിനും പിന്നീട് വിതയ്ക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ കദാലിക്ക, അതുപോലെ തന്നെയാണ് മൻ ജറഅ ബിബദരി ത്വാഅ, അള്ളാഹുവിൻ്റെ അനുസരണയുടെ വിത്ത് ഒരാൾ പാകുന്നതും വതഖന വഖാബലഹ ബിതൻഖിയതി വതസ്ഫിയതി, അതുപോലെ തന്നെ അതിനെ ശുദ്ധീകരണത്തിലൂടെയും അതിനെ നന്നാക്കുന്നതിലൂടെയും അത് പൂർത്തീകരിക്കുന്നതും, അതായത് നമ്മൾ വിത്തിട്ട് പോലെ മാത്രമല്ല, വിത്തിട്ട് അതെങ്ങനെ നല്ലൊരു വിളവുള്ള ഒരു വൃക്ഷമാവുന്നത് വരെ അതിനെ പരിപാലിക്കുക, അതിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്ന കിളകളെ പറിച്ചു മാറ്റുക, മുൾച്ചെടികൾ ഒഴിവാക്കുക, അതിന് വളങ്ങൾ ചെയ്തു കൊടുക്കുക, അങ്ങനെ അതിന് ഫലം പൂഷ്ടിക്കുന്നത് വരെ അതിനെ കാത്തു സൂക്ഷിക്കുന്ന രീതി. ഫഇന്നഹു യഹ്സുനു മതാമിറ ഖൽബിഹി ബിഅൻവാരി വല്ലസ്റാരി, അതുപോലെ തന്നെ എന്നിട്ട് അതിനെ ശുദ്ധീകരിച്ച് അതിനെ മെതച്ച് അതിൻ്റെ വിത്തുകളെടുത്ത് അതിൻ്റെ വിളവെടുത്ത് നമ്മളെ ഹൃദയത്തിൻ്റെ ഖജനാവിൽ പ്രകാശമായിട്ട് അസ്റാറുകളുടെയും ഒക്കെ പ്രകാശമൊക്കെ ആയിട്ട് നമ്മൾ ഹൃദയത്തിൻ്റെ ഖജനാവിൽ സൂക്ഷിക്കുക. എന്തിനു വേണ്ടി? നമ്മളെ ആവശ്യത്തിന് ഉപയോഗിക്കാനും അമലിഹി തർജോയിലേ, നമ്മളെ ആവശ്യത്തിന് ഉപയോഗിക്കാനും പിന്നീട് അതുപോലെ വീണ്ടും വിത്ത് പാകി കൊയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഒരു കർഷകൻ ചെയ്യുന്ന അതേ പണിയാണ് യഥാർത്ഥത്തിൽ ശരീഅത്തിൽ നമ്മളോടും ചെയ്യാൻ പറഞ്ഞത്. നമ്മളുടെ ഹൃദയമാകുന്ന പാടത്തെ ഉഴുതി മറയ്ക്കണം, അവിടെ നല്ല വിത്തുകൾ പാകണം, അതുപോലെ തന്നെ അതിൻ്റെ കളകൾ എടുത്ത് മാറ്റണം, അവിടെയുള്ള മുൾച്ചെടികൾ നമ്മൾ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം, അതുപോലെ അതിന് നല്ല വിളവുണ്ടാവുന്നത് വരെ കാത്തു സൂക്ഷിക്കണം, വെള്ളവും വളവും നൽകണം. അങ്ങനെ വിളവുണ്ടായാൽ അതെടുത്ത് അതിനെ മുറിച്ച് മാറ്റി ചവിട്ടി മെതിച്ച് അതിലുള്ള വേസ്റ്റൊക്കെ ഒഴിവാക്കി നമ്മളെ ഹൃദയമാകുന്ന ഒരു സംഭരണിയിൽ അതിൻ്റെ പ്രകാശമായിട്ടും രഹസ്യങ്ങളായിട്ടും സൂക്ഷിക്കണം. എന്നിട്ട് അതുപയോഗിച്ച് വീണ്ടും വിത്ത് വിതക്കണം. ഇത് അല്ലാഹു തന്നൊരു ഉദാഹരണമാണ് നമ്മൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട്. ഫൈദാ സലക്കത്ത് സബീലൽ സഫാഇമാ റബ്ബി, ആരെങ്കിലും ഈ ശുദ്ധിയുടെ വഴിയിൽ അവൻ്റെ റബ്ബിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ ബിസ്തിഅമാലൽ അദബി ഫി ത്വരീഖത്തി മാ ഇബാദി, അള്ളാഹുവിൻ്റെ അടിമകളുടെ വിഷയത്തിൽ അദബ് പാലിക്കുന്ന അവസ്ഥയിലായിട്ട് അവൻ യാത്ര ചെയ്താൽ ബിഹൈസു തൻദുറു ഫീഹിം വജ്ഹു സയ്യിദിഹിം, എത്രത്തോളം എന്നാൽ അവരിലൂടെ അവൻ്റെ റബ്ബിൻ്റെ വജ്ഹിനെ അവൻ കാണുന്ന അവസ്ഥയിൽ. അതായത് അള്ളാഹിൻ്റെ അടിമകളോട് അള്ളാഹു നമ്മളോട് നല്ല രൂപത്തിൽ നിൽക്കാൻ പറഞ്ഞത് അള്ളാഹിൻ്റെ അടിമകളിലൂടെ അവൻ്റെ റബ്ബിനെ കാണാൻ സാധിക്കുമെന്ന കാരണം കൊണ്ടാണ്.
ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് വ്യക്തമായ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. തന്ദുറു ഫീഹിം വജുഹു സയ്യിദിഹിം, അള്ളാഹുവിൻ്റെ വജഹിനെ അവർക്ക് അവരുടെ അടിമകളുടെ മുഖത്തുനിന്ന് കാണാൻ സാധിക്കും. വതുഖ്രിബുഹും വതുഅല്ലിമുഹും ലഹു, അങ്ങനെ അവർ കണ്ടാൽ എന്താ സംഭവിക്കുക? അടിമകളുടെ അള്ളാഹിൻ്റെ മുഖത്തിനെയാണ്, ഹക്കിൻ്റെ മുഖത്തെയാണ് ഒരാൾക്ക് ദർശിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? പിന്നെ ആ അടിമകൾ അവൻ ബഹുമാനിക്കും, ആദരിക്കും. അതൊക്കെ അവൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ബിഹൈസു, എത്രത്തോളം എന്നാൽ ലാ തുഅയ്യിറ അഹദൻ മിൻഹും ലിനഫ്സിക, നിങ്ങളെ നഫ്സിന് വേണ്ടി അവരിൽ ഒരാളെ മാറ്റം വരുത്താൻ അവൻ ആഗ്രഹിക്കൂല. ഇയാൾ ഇങ്ങനെ മാറ്റണം, അങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം എന്നൊന്നും വിചാരിച്ചൊന്നും ചെയ്യൂല. സ്വന്തം നഫ്സിന് വേണ്ടി ചെയ്യൂല. പകരം അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടെങ്കിൽ, ശരീഅത്തിൻ്റെ കൽപ്പന ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ചെയ്യൂല. എങ്ങനെയാണോ അതൊക്കെ വെച്ചത് അങ്ങനെ തന്നെ അതിലൊരു മാറ്റവും വരാത്ത രൂപത്തിൽ അതിനെ വെക്കാനാണ് അവൻ ആഗ്രഹിക്കുക. വഹസിബത് നഫ്സക ഹർഫൻ വാഹിദൻ ഫീ ജുസ്തതിഹിം, ഈ പ്രപഞ്ചമാകുന്ന അവരടങ്ങുന്ന ഒരു ശരീരത്തിൻ്റെ ഭാഗമായ ഒരു ഹർഫാണ് നിങ്ങളെന്ന് നിങ്ങളും മനസ്സിലാക്കും. വാന്നക തൻതഫു ബി ജമീഅഹിം, നിങ്ങൾക്ക് ഉപകാരം ലഭിക്കുന്നത് അവരെ കൂട്ടത്തിലാവുന്ന സമയത്ത് മാത്രമാണ്. വസല്ലമത ഉമൂറ കുല്ലഹാ ലി മൗലാഖ്, അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും മൗലയിലേക്ക്, നമ്മളെ നാഥ അവരുടെയും നമ്മളുടെയും ഒക്കെ നാഥനിലേക്ക് നമ്മൾ മടക്കും. അതിൽ നമ്മൾ തൃപ്തി കണ്ടെത്തും. അങ്ങനെ നമ്മൾ ചെയ്യുള്ളൂ. നമ്മളെല്ലാവരുടെയും അള്ളാഹുവിൻ്റെ അടിമകളിലെ മുഴുവൻ അള്ളാഹുവിൻ്റെ മുഖത്തെ കാണും. അവരോട് പ്രവർത്തിക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനക്കനുസരിച്ച് നമ്മളോട് അവർ പ്രവർത്തിക്കും. അവരെ ശിക്ഷിക്കുകയാണെങ്കിലും രക്ഷിക്കുകയാണെങ്കിലും ഉപദേശിക്കുകയാണെങ്കിലും നിർദ്ദേശിക്കുകയാണെങ്കിലും താക്കീത് നൽകുകയാണെങ്കിലും സന്തോഷവാർത്ത നൽകുകയാണെങ്കിലും അതൊക്കെ അവൻ്റെ നിർദ്ദേശത്തിനനുസരിച്ച്, നമ്മളെ സ്വന്തം താല്പര്യത്തിനനുസരിച്ചല്ല. നമുക്ക് സ്വന്തമായ ഒരാളോട് ഒരു താല്പര്യമില്ല. ഒരാളെ നമ്മൾ എടുക്കുന്നുമില്ല, ഒഴിവാക്കുന്നുമില്ല. അതൊന്നും സ്വന്തമായ താല്പര്യങ്ങൾക്കല്ല. കാരണം നമുക്കറിയാം അതൊക്കെ അള്ളാഹു വെച്ച രീതികളാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് മടക്കും. അവരുടെ വിഷയവും അള്ളാഹുവിലേക്ക് മടക്കും. വഖഫ്ത ബിബാബി റബ്ബിക മുഅല്ലിമൻ അംറഹു വ അംറു അബീദിഹി, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെയും അള്ളാഹിൻ്റെ അടിമകളുടെയും വിഷയത്തിലും താലീമ് ചെയ്തുകൊണ്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ കവാടത്തിൽ നിൽക്കും. റഅയ്ത അന്ന ഹുഖൂഖ മൗലാക വ ഹുഖൂഖ അബീദിഹി അലീമത്തുൻ അലൈക്, എന്നിട്ട് നിങ്ങൾ കാണും നിങ്ങളുടെ റബ്ബിൻ്റെ ഹക്കുകളും അതുപോലെ തന്നെ അവൻ്റെ അടിമകളോടുള്ള നിങ്ങളുടെ ബാധ്യതകളും നിങ്ങൾക്ക് വലിയതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളെ റബ്ബിനോടുള്ള നിങ്ങളുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ വലുതാണ്, നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയാണ്. അതുപോലെ അടിമകളോടുള്ള ബാധ്യതയും വിപുലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. വാന്നക ലാ തുതീഖു അദാ ഖല്ലി നസ്റിൻ മിൻഹ, അതിൽ അല്പം പോലും നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കൂല എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അള്ളാഹുവിൻ്റെ കവാടത്തിൽ മുമ്പിൽ നിൽക്കെങ്ങനെയാണ്? നമ്മളെല്ലാ കടമകളും നിർവഹിച്ചു എന്നുള്ള അർത്ഥത്തിലല്ല. അള്ളാഹിനോടുള്ള കടമകൾ നിർവഹിക്കാൻ തന്നെ നമുക്ക് സാധിക്കൂല. അള്ളാഹിൻ്റെ അടിമകളോട് കർമ്മങ്ങൾ നിർവഹിക്കാൻ തന്നെ സാധിക്കൂല. എത്രത്തോളം സാധിക്കൂല? അതിൻ്റെ ഒരു അംശം പോലും നിർവഹിക്കാൻ സാധിക്കൂല. അത്രയും ഉന്നതമായ വിപുലവുമാണ് ആ ഉത്തരവാദിത്തങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹിൻ്റെ കവാടത്തിൽ നിങ്ങൾ നിൽക്കും. അതിന് അല്പം പോലും നിങ്ങൾക്ക് പാലിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ അതുപോലെ തന്നെ നിങ്ങളുടെ നാഥൻ്റെ സിറിനെ, നാഥൻ്റെ രഹസ്യത്തെ കാണും. ഫികുല്ലി ഹയവാനിൻ വജമാദിൻ, എല്ലാ ജീവനുള്ളവരും ജീവനില്ലാത്തവരുമായിട്ടുള്ള എല്ലാത്തിലും നിങ്ങളെ റബ്ബിൻ്റെ, നിങ്ങളെ നാഥൻ്റെ രഹസ്യത്തെ നിങ്ങൾ സാക്ഷ്യം വഹിക്കും, നിങ്ങൾ കാണും. വസ്തൻശഖ്ത ബറകത റബ്ബിക ഫി കുല്ലി ദർറത്തിൻ മിൻ ദർറാത്തിൽ വുജൂദ്, ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലും നിങ്ങളുടെ റബ്ബിൻ്റെ ബർക്കത്തിനെ ആസ്വദിക്കുകയും അതിൻ്റെ ശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുകയും ചെയ്യും. ഈ പ്രപഞ്ചത്തിലെല്ലാത്തിലും ജീവനുള്ളതാവട്ടെ ജീവനില്ലാത്തതാവട്ടെ അതെല്ലാം നിങ്ങളുടെ മൗലയുടെ രഹസ്യം മാത്രമാണ് വെളിവാക്കുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കാണും. ഇവിടെയുള്ള ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിലും അവൻ്റെ ബർക്കത്ത് മാത്രമാണ് ഒളിഞ്ഞു കിടക്കുന്നതെന്നും അതാണ് നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ശ്വാസം നൽകുന്നതെന്നും നിങ്ങൾക്ക് ജീവൻ നൽകുന്നത് അതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇവിടെയുള്ള ഓരോന്നും, പ്രപഞ്ചത്തിലെ ഓരോന്നും നിങ്ങൾക്ക് ജീവൻ നൽകുന്നുണ്ടെങ്കിൽ
ഓരോന്നും നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ അതൊക്കെ അവൻ്റെ ബർക്കത്ത്, അതിലൂടെയൊക്കെ അവൻ്റെ ബർക്കത്താണ് അതിലൂടെ വെളിവാകുന്നത് നിങ്ങൾ മനസ്സിലാക്കും. വസ്തൻ ശക്ത ബർക്കത്ത റബ്ബിക്ക, നിങ്ങളുടെ റബ്ബിൻ്റെ ബർക്കത്ത് നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കും. ഫി കുല്ലി ദിർറത്തിൻ മിൻ ദിർറാത്തിൽ വജൂദ്, ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവിലൂടെയും നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കും. നമ്മൾ ശ്വാസം മുട്ടുന്നു പറയാറില്ല, ശ്വാസം മുട്ടുന്നു, ശ്വാസം എടുക്കുന്ന നമ്മൾ ജീവൻ കിട്ടുന്നത് പോലെയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഓരോന്നിലൂടെയും ആണ് നിങ്ങൾ ആ അള്ളാഹുവിൻ്റെ ജീവൻ നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുന്നത്. വഅലിംത അന്നഹു മാ മിൻ മഖ്ലൂഖിൻ ഇല്ലാ ഖുലിഖ ലക, നിങ്ങൾ മനസ്സിലാക്കും അന്നഹു മാ മിൻ മഖ്ലൂഖിൻ ഇല്ലാ ഖുലിഖ ലക ലിതറാ ജമാല റബ്ബിക ഫീ. ഇവിടെ അള്ളാഹു ഒന്നിനെയും പടച്ചിട്ടില്ല, ഒരു മഖ്ലൂഖിനെയും ഒരു സൃഷ്ടിനെയും അള്ളാഹു പടച്ചിട്ടില്ല, അതിലൂടെയൊക്കെ അള്ളാഹുവിൻ്റെ സൗന്ദര്യത്തിന് വെളിവാക്കിക്കൊണ്ടല്ലാതെ എന്ന് നിങ്ങൾ മനസ്സിലാക്കും. പ്രപഞ്ചത്തിലെ ഓരോന്നും അതിലൂടെ അള്ളാഹുവിൻ്റെ സൗന്ദര്യത്തെയാണ് നിങ്ങളെ മുമ്പിൽ വെളിവാക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കും. വറാഖിബ് മൗലാഖ്, അങ്ങനെ നിങ്ങൾ മുറാഖബയിലാവും. ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിലൂടെയും അള്ളാഹുവിനെ കാണുന്ന, അള്ളാഹുവിലേക്ക് ശ്രദ്ധിക്കുന്ന ഒരു മുറാഖബൻ്റെ അവസ്ഥയിൽ നിങ്ങളായിത്തീരും. ഇവിടെയുള്ള എല്ലാത്തിലൂടെയും അവൻ്റെ ജമാലും സൗന്ദര്യവുമാണ് വെളിവാകുന്നത് നിങ്ങൾ മനസ്സിലാക്കിയാൽ, എന്നാൽ അള്ളാഹിൻ്റെ ജലാലാവട്ടെ അള്ളാഹിൻ്റെ ജമാലിൻ്റെ മറ്റൊരു രൂപമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ, അങ്ങനെ വരുമ്പോൾ എല്ലാം ജമാലാണല്ലോ. ആ ഒരു ജമാലിനെ നിങ്ങൾ സാക്ഷ്യം വഹിക്കൽ, അത് കാണലുമാണ് നിങ്ങളുടെ ഡ്യൂട്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ എല്ലാത്തിനെയും നോക്കിക്കാണും, അതിനോടൊക്കെ ഒരു മുറാഖബയിലാവും. എങ്ങനെ? അതൊക്കെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ജമാലിനെ ആസ്വദിക്കാന്നുള്ള ബോധ്യത്തിൽ. വൈഹക്ക, കഷ്ടം തന്നെയാണ് നിങ്ങൾ അത് ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങളിതിലൂടെയൊക്കെ ഈ സൃഷ്ടിയിലൂടെയൊക്കെ അള്ളാഹുവിൻ്റെ സൗന്ദര്യത്തെ നിങ്ങൾ ആസ്വദിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കാര്യം കഷ്ടം തന്നെയാണ്. കുല്ലി മുൽക്കിഹി, കാരണം എല്ലാം അവൻ്റെ അധികാരത്തിലുള്ളതാണ്, എല്ലാം അള്ളാഹിൻ്റെ അധികാരത്തിലേക്ക് മടങ്ങുന്നതാണ്. ഫൈനല്ല ഷിയാ ഐനു മുൽഖി, ഇവിടെയുള്ള എല്ലാം അവൻ്റെ അധികാരത്തിൻ്റെ സത്തയാണ്. മുൽക്കുലി സയ്യിദി, അവൻ്റെ അധികാരം, ഇവിടെയുള്ള അധികാരമാവട്ടെ, ഇവിടെയുള്ള എല്ലാം അധികാരത്തിൻ്റെ സത്തയാണ്. ഈ അധികാരമാവട്ടെ, അധികാരം നിങ്ങളുടെ നാഥൻ്റെ അധികാരവുമാണ്. ഇവിടെയുള്ള എല്ലാം നടക്കുന്ന ഒരു അധികാരത്തിൻ്റെ കൊടക്കിയിലായിട്ടാണ്. ഈ അധികാരമാവട്ടെ നിങ്ങളുടെ നാഥൻ്റെ അധികാരവുമാണ്. ബിറബ്ബിക ഫീ വസതി മുൽക്കിഹി, അതുകൊണ്ട് തന്നെ ഈ അവൻ്റെ അധികാരത്തിൽ നിന്ന് നിങ്ങളുടെ ഇസ്സത്തിനെ നേടിക്കൊള്ളുക, റബ്ബിൽ നിന്ന് നിങ്ങൾ ഇസ്സത്തിനെ നേടിക്കൊള്ളുക. ബിഹ്തിറാമി മുൽക്കിഹി വഇത്ലാമിഹി ബൈന ഐനൈക്, ആ അള്ളാഹുവിൻ്റെ അധികാരത്തെ, ആധിപത്യത്തെ ഇഹ്തിറാമ് ചെയ്തുകൊണ്ട് അതിനെ ആദരിച്ചുകൊണ്ടും, അലാമിഹ ബഹുമാനിച്ചു, ബൈന ഐനൈക് നിങ്ങളുടെ കൺമുമ്പിൽ അതിനെ ബഹുമാനിച്ചും ആദരിച്ചും കൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളുടെ ഇസ്സത്തിൻ്റെ ഓഹരി നിങ്ങളുടെ റബ്ബിൽ നിന്ന് കൈപ്പറ്റിക്കൊള്ളുക. അപ്പം നമുക്ക് ഇസ്സത്ത് ഉണ്ടാവണോ? നമ്മളെന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ സൃഷ്ടിയാവുന്ന അള്ളാഹുവിൻ്റെ അധികാരത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് അതിനെ ബഹുമാനിച്ചും ആദരിച്ചും നിലകൊള്ളണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇസ്സത്ത് ഉണ്ടാവുള്ളൂ. അതേസമയം അള്ളാഹുവിൻ്റെ അധികാരത്തിൽ നിൽക്കുന്ന അവൻ്റെ സൃഷ്ടിയെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വന്നു ചേർന്നാൽ നമുക്ക് അവൻ്റെ ഇജ്ജത്തിൽ നിന്നൊരു ഓഹരി നമുക്കില്ലാതാവും. നമ്മൾ ഇജ്ജത്തില്ലാത്ത ആളുകളായി മാറും. ലഅന്നഹു അസറു റബ്ബിക മുൻഇമി അലൈക്, കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം സൃഷ്ടികളെല്ലാം അള്ളാഹുവിൻ്റെ അസറാണ്, അള്ളാഹിൻ്റെ അടയാളങ്ങൾ കാണിക്കുന്നതാണ്. അനുഗ്രഹദാതാവായ അള്ളാഹു നിങ്ങളിലേക്ക് തന്ന അള്ളാഹിൻ്റെ അടയാളങ്ങൾ ആണ് ഇതെല്ലാം തന്നെ. ഈ അടയാളങ്ങളൊക്കെ മാറ്റണം. അടയാളങ്ങളോടൊക്കെ മോശം ചിന്ത വെക്കുന്നത് അള്ളാഹുവിനോടുള്ള മോശം ചിന്ത വെക്കുന്നത് പോലെയാണ്. നമ്മളൊരു യാത്ര ചെയ്യുന്ന സമയത്ത് അവിടെ കുറേ നെയിം ബോർഡുകളുണ്ട്. ഇവിടെ നിങ്ങളെ ഈ സ്ഥലത്തേക്കുള്ള ഇതാണ് ഇങ്ങനെ കാണിച്ചും കുറേ നെയിം ബോർഡുകൾ. ഈ നെയിം ബോർഡുകളൊക്കെ നമുക്ക് അസ്വാരസ്യമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ എത്താൻ പോകുന്ന സ്ഥലം നമുക്ക് ഇഷ്ടമല്ല എന്നതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെല്ലാം അള്ളാഹുവിൻ്റെ അസറിനെ, അള്ളാഹുവിൻ്റെ അടയാളത്തെ കാണിക്കുന്നതാണ്. ആ അടയാളത്തെ കാണിക്കുന്നതിനെ തൊട്ട് നമുക്ക് അസ്വാരസ്യം ഉണ്ടെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ അതിന് കാണുന്നില്ല. എന്നാൽ അതിലൊന്നും അസ്വാരസ്യമില്ല, നമ്മൾ റാഹത്താണെങ്കിൽ നമ്മൾ അതിലൂടെ അള്ളാഹിനെ കാണുന്നുണ്ട്. എല്ലാം അള്ളാഹു അനുഗ്രഹദാതാവായ അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഒന്നാണ്. തക്കൂന അബ്ദൻ അദീബൻ,
അള്ളാഹു നിങ്ങളെ ഇതൊക്കെ നൽകുന്നത് ഒരു ഒരു അദീബായ അദബുള്ള ഒരടിമയായി നിങ്ങൾ മാറാൻ വേണ്ടിയാണ്. തുക്റമു ബിമാ യുക്രിമു ലബദ, എന്തിനു വേണ്ടി? അവൻ്റെ അടിമകളിൽ ബഹുമാനിക്കപ്പെട്ട ആളുകൾ നിങ്ങൾ പെടാൻ വേണ്ടി. എങ്ങനെയാ ബഹുമാനിക്കപ്പെടുക? മിൻ ജുലൂസി ഫി ബിസാത്തി ജുലൂസി ഫിൽ ബിസാത്തി ബിസാത്തിൽ ഖുർബി വൽ വിലായത്തി വത്തഖരീമി വൽ ഇഅസാസിൽ വൽ വസ്ൽ. എങ്ങനെയാണ് നിങ്ങൾ ബഹുമാനിക്കപ്പെട്ട? അവൻ്റെ കുർബിൻ്റെ പരവതാനിയിൽ നിന്ന് ഇരുന്നു കൊണ്ട്, അവൻ്റെ സാമീപ്യം നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ, അവൻ്റെ വിലായത്ത് ചെങ്ങാത്തം നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ, വതക്രീം അവൻ്റെ മഹത്വപ്പെടുത്തൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ, ഇസാജിൻ അവൻ്റെ ഇജ്ജത്തിലാക്കൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ, വൽവാസിൽ അതുപോലെ അവനാകുന്ന അസ്തിത്വത്തെ നിങ്ങൾ പ്രാപിക്കുന്നതിലൂടെ ഒക്കെ നിങ്ങളവൻ ബഹുമാനിക്കും. ഇങ്ങനൊക്കെ നിങ്ങൾ അദബുള്ള ആളായി കഴിഞ്ഞാൽ, ഈ അടിമകളോട് നിങ്ങൾക്ക് അദബുള്ള അവസ്ഥ നിങ്ങൾക്ക് നേടാൻ സാധിച്ചാൽ, ആ അദബിലൂടെ, അടിമകളോടുള്ള അദബിലൂടെ നിങ്ങൾക്ക് കുറുബ് കിട്ടും, സാമീപ്യം ലഭിക്കും, അള്ളാഹുവിൻ്റെ ചങ്ങാത്തം ലഭിക്കും, അള്ളാഹു നിങ്ങളെ ബഹുമാനിക്കും, അള്ളാഹു നിങ്ങൾക്ക് ഇജ്ജത്ത് അഭിമാനം നൽകും. അതുപോലെ തന്നെ അവസാനം അള്ളാഹുവിൻ്റെ വസ്ല്, അള്ളാഹുമായിട്ടുള്ള ചേർച്ച നിങ്ങൾക്ക് സാധ്യമാക്കുന്നൊരവസ്ഥയുണ്ടായിത്തീരും. വഫാദത്ത് ബുഹൂരിൽ അൽവാഇ മവാഹിബിൽ ഇർഫാനിയത്തിൽ ലദുന്നിയായ അറിവിൻ്റെ വിവിധ തരം സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് അവൻ ഒഴുക്കിത്തരും. ലദുന്നിയായ അറിവിൻ്റെ വിവിധ തരം സമ്മാനങ്ങൾ അവൻ നിങ്ങളിലേക്ക് ഒഴുക്കിത്തരും. വഹഖായിക്ക് റബ്ബാനിയ, അതുപോലെ തന്നെ റബ്ബാനിയ ഹഖീഖത്തുകളുടെ സമ്മാനങ്ങളും, വഖായി വൽ ഇഷാറത്തുൽ ഖതമിയ, മറക്കപ്പെട്ട രഹസ്യമായ ഇഷാറത്തുകളും സംഭാഷണങ്ങളും ഒക്കെ നിങ്ങൾക്ക് അവൻ ഒഴുക്കിത്തരും അവൻ്റെ ഭാഗത്തു നിന്ന്. വഹലാവത്തി ഹുസൂസിയ, അതുപോലെ തന്നെ പ്രത്യേകക്കാരുടെ പ്രത്യേകമായ ആത്മീയമായ രുചികൾ നിങ്ങൾക്ക് കിട്ടും. മഖാമൽ ഫർദാനിയ, അവനിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഫർദാനിയത്തിൻ്റെ മഖാമ് നിങ്ങൾക്ക് അവൻ രുചിപ്പിച്ചു തരും. വഹുലലിൽ ഇസ്സത്തി സിയാദത്തിൻ്റെ, അതുപോലെ യജമാനത്വത്തിൻ്റെ ഇജ്ജത്ത് നിങ്ങളെ കൊണ്ട് അവൻ അനുഭവിപ്പിക്കും. വസബാത്തി ജിബാലിൽ കുലൂബ് റാസിയ, അടിയുറച്ച ഹൃദയമാകുന്ന പർവ്വതങ്ങൾ സൃഷ്ടിക്കുക വഴി നിങ്ങളവൻ ബഹുമാനിക്കും. നിങ്ങളുടെ ഹൃദയങ്ങളൊക്കെ ഈമാൻ കൊണ്ട് ഉറച്ച ഹൃദയങ്ങളായി തീരും. ഫദാ തമക്കനതു ബിതഫരീ ഖൽബിക മിൻ മുലാഹദത്തി ഐരി വൽ ഐരിയത്തി, അങ്ങനെ നിങ്ങൾ നിൽക്കുന്ന അവസ്ഥയിലെത്തിയാൽ അവനല്ലാത്ത എല്ലാത്തിനെയും ഒഴിവാക്കി, അവനല്ലാത്ത എല്ലാ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ സാക്ഷ്യം വഹിക്കുന്നത് ഒഴിവായി നിങ്ങൾ തസ്ഫീഫിലി ഹദ്റത്തി മൗല, അള്ളാഹുവിൻ്റെ ഹദ്റത്ത്, നിങ്ങൾ നാഥൻ്റെ ഹദ്റത്തിനെ സാക്ഷ്യം വഹിക്കുന്ന ഒരവസ്ഥ നിങ്ങൾ എത്തിച്ചേരും. അപ്പോൾ ഇതിലൂടെയൊക്കെ അവനല്ലാത്ത എല്ലാം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടും. അവൻ്റെ ഹദ്റത്തിനെ സാക്ഷ്യം വഹിക്കുന്നൊരവസ്ഥ നിങ്ങളിൽ ഉണ്ടായിത്തീരും. എന്നിട്ടോ ബിമാ ഖതബ്ന, അങ്ങനെ നമ്മൾ നേരത്തെ ഞാൻ എഴുതിയ പല കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. ഇതൊക്കെ പറ്റുന്നത് എപ്പോഴാണ്? അവനല്ലാത്ത എല്ലാം നമ്മുടെ അടുത്ത് നിന്ന് ഒഴിവാവുന്നത്, അവൻ്റെ സാന്നിധ്യത്തിൽ നമ്മൾ നിൽക്കുന്നത്, അവൻ്റെ ഫർദാനിയത്തിൻ്റെ മക്കാമിൽ നിന്ന് രുചിക്കുന്നത്, പ്രത്യേകക്കാരുടെ ഹലാവത്തുകൾ അനുഭവിക്കുന്നത്, ആത്മീയമായ സൂചനകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ലദുന്നിയായ മാരിഫത്ത് നമുക്ക് ലഭിക്കുന്നത്, അതുപോലെ തന്നെ അവൻ്റെ വിലായത്തും കുർബും ഒക്കെ നമുക്ക് ഹാസിലാവാൻ സാധിക്കുന്നത് എപ്പോഴാണ്? അള്ളാഹുവിൻ്റെ അടിമകളിലൂടെ അള്ളാഹുവിൻ്റെ വജിഹിനെ നമ്മൾ കാണുന്ന അവസ്ഥ ഉണ്ടായിത്തീരുമ്പോൾ, അവരിലൂടെ നമ്മൾ അവൻ്റെ ശ്വാസത്തെ ശ്വസിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരുമ്പോൾ, അവരിലൂടെ അവൻ്റെ രഹസ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുന്ന അവസ്ഥ ഉണ്ടായിത്തീരുമ്പോൾ, ഇത് രണ്ടിനെയും രണ്ടായിട്ട് നമ്മൾ നിലനിർത്തിയാൽ, അടിമകൾ വേറെ ഉടമകൾ വേറെ, അടിമക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഉടമ വേറെ രൂപത്തിൽ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ രൂപത്തിലാണ് നമ്മളിതിനെ കാണുന്നെങ്കിൽ, അള്ളാഹിൻ്റെ അടിമകളെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട അവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് നിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ അള്ളാഹുവിൽ നിന്ന് ഡിസ്കണക്റ്റഡ് ആവും. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടൂല. അതേസമയം അള്ളാഹിൻ്റെ അടിമകളോട് നമ്മൾ ഈ രൂപത്തിൽ സവർത്തിച്ചം നമ്മൾ കീപ്പ് ചെയ്താൽ, അള്ളാഹുവിൻ്റെ ശരീഅത്ത് നമ്മളോട് കൽപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളല്ലാതെ വേറൊരു പ്രവർത്തനം നമ്മൾ ചെയ്യാതിരുന്നാൽ, അവരെന്താണോ നിൽക്കുന്നത് ആ സ്ഥലത്ത് തന്നെ അവർ നിൽക്കട്ടെ എന്ന് കരുതാൻ നമുക്ക് പറ്റിയാൽ, അവരിലൂടെ നമ്മൾ അള്ളാഹുവിനെ കാണുന്ന അവസ്ഥ നമുക്കുണ്ടായാൽ, നമുക്ക് അള്ളാഹു ഇതൊക്കെ ചെയ്തു തരും.
ഇതൊക്കെ നമുക്ക് അള്ളാഹു എളുപ്പമാക്കി തരും. ഫഅലം, അതുകൊണ്ട് നിങ്ങൾ അറിയണം, അന്നമാ വറദ അനിശാരി യജിബു ഇംതിസാലുഹു വജിതിനാബു മാ നഹാ അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ നമ്മളോട് ശരീഅത്തിൽ കൽപ്പിച്ചിട്ടുള്ളത്, എന്താണോ നമ്മളോട് വിലക്കിയിട്ടുള്ളത്, അതൊക്കെ നമുക്ക് വിലക്കിയപ്പെട്ടതും കൽപ്പിക്കപ്പെട്ടതുമാണ്. വഇന്നമാ മഖ്സൂദന തംബീനു മാ കാന അലൈഹി ശൈഖു റളിയല്ലാഹു അൻഹു വഅത്ബാഹു. നമ്മളിവിടെ വിശദീകരിച്ചത് എന്താണ്? ശരീഅത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ശരീഅത്ത് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാനും അല്ല നമ്മൾ ഇതുവരെ വിശദീകരണം നടത്തിയത്. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? ഈ ശരീഅത്തിന്റെ കാര്യങ്ങളൊക്കെ എന്തിനാ പറഞ്ഞത്? ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ, സയ്യിദുനാ ശൈഖ് അഹ്മദ് തിജാനി റളിയല്ലാഹു അൻഹു തങ്ങളുടെയും അവിടുത്തെ പിന്തുടരുന്നവരുടെയും അവസ്ഥകൾ എന്താണെന്ന് വിശദീകരിച്ച് തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ശരീഅത്ത് ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് നിങ്ങൾ ശരീഅത്ത് അനുസരിക്കണം, ഇങ്ങനെയല്ല അതുകൊണ്ട് ശരീഅത്ത് ഇതിലൊക്കെ കൽപ്പനയിൽ ചിലത് ശരീഅത്ത് കൽപ്പിച്ചിട്ടുണ്ട് ഇന്ന കാരണം കൊണ്ടാണ് അതുകൊണ്ട് അനുസരിക്കണം, ചിലത് വിലക്കിയിട്ടുണ്ട് അത് ഇന്ന കാരണം കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ അതിന് മാറിക്കണം. ഇങ്ങനെ കാര്യകാരണങ്ങൾ പറഞ്ഞ് ശരീഅത്തിലേക്ക് നിങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിത് എഴുതിയത് എന്തിനാ? ശരീഅത്തിൽ എന്താണോ അത് അങ്ങനെ തന്നെയാണ്. ഞാൻ സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെയും അവരെ പിന്തുടരുന്നവരുടെയും അവരുടെ ലക്ഷ്യം എന്താണ് ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഞാനിതൊക്കെ വിശദീകരിച്ചത്. എന്താണത്? മിന സഫാഇ താമ്മി മാ റബ്ബിഹിം, അള്ളാഹുവിനോടുള്ള പരിപൂർണമായ പരിശുദ്ധിയാണത്. മിൻ തജ്രീദി മിനൽ ലവാസിമിൽ അമലി ബിഖുലൂബിഹിം മഅ തലബ്ബുസി ദവാതിഹിം ബിജമീഇ ഇശാറാത്തി ശരീഅ. പരിശുദ്ധമായ ശരീഅത്തിന്റെ എല്ലാ ഇശാറത്തുകളും കൊണ്ടെടുക്കുന്നതോടൊപ്പം ഹൃദയത്തിൽ ഒരു വിഷയത്തിലേക്കുള്ള ചായ്വില്ലാതിരിക്കുകയും അള്ളാഹുവിനെ മാത്രം ഹൃദയത്തിൽ തനിച്ചാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണത്. അപ്പോൾ ശരീഅത്തിന്റെ കൽപ്പനകളൊക്കെ നിങ്ങൾ ചെയ്യുന്നത്, സയ്യിദുനാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെയും അവിടുത്തെ പിന്തുടരുന്ന ആളുകളും ചെയ്യുന്നത് പ്രത്യേകമായ ദുനിയാവിൻ്റെ താല്പര്യങ്ങൾ കൊണ്ടോ ആഖിറത്തിന്റെ താല്പര്യം കൊണ്ടോ ചില ആത്മീയമായ താല്പര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. അവരാ ചെയ്യുന്നത് പൂർണ്ണമായി അവരുടെ റബ്ബിന് വേണ്ടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിച്ചത്. ബിഹൈസു ലം യത്റുകു അംറൻ മിനല്ലാഹി മഹ്മൂലൻ, അവർ അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയും അവഗണിക്കുന്നില്ല. അവരെല്ലാ കൽപ്പനകളും അനുസരിക്കും, പക്ഷെ അവരുടെ ലക്ഷ്യം ഇത് മാത്രമായിരിക്കും. അവർ ഒരു അള്ളാഹുവിൻ്റെ കൽപ്പനയെയും അവഗണിക്കുകയില്ല. ബൽ തൽഖൗഹു ബിഫറഹി വശുക്ർ, മറിച്ച് അവരെന്താ ചെയ്യാം? അതിനെ സ്വീകരിക്കും. ബിഫറഹി വശുക്ർ, വലിയ അധികരിച്ച സന്തോഷത്തോടു കൂടിയും നന്ദിയോടുകൂടിയായിരിക്കും അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും അവർ സ്വീകരിക്കുക. അമിലൂഹു ഫിഅലൻ വതർക്കൻ, അതുപോലെ തന്നെ ശരീഅത്ത് എന്താണോ നിങ്ങൾ അവരോട് കൽപ്പിക്കുന്നത് അത് അവർ പ്രവർത്തിക്കുകയും എന്താണോ ഒഴിവാക്കാൻ പറഞ്ഞത് അവർ ഒഴിവാക്കുകയും ചെയ്യും. ഉംദത്തു അഹ്ലുൽ ഖുലൂബ്, ഖുലൂബിന്റെ ഹൃദയത്തിന്റെ ആളുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അലൽ ഇത്ഖാനി മഖാസിദി ദാത്തുർ റൂഹാനിയതി ബിതജറുദി മിനൽ അമൽ ചെയ്യുന്ന സമയത്ത് റൂഹാനിയായ അവന്റെ റൂഹിന്റെ അവസ്ഥ മറ്റൊരു കാര്യത്തിലേക്കും തിരിയാത്തൊരവസ്ഥ അവർക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ അവർ ബാഹ്യമായി കുറെ മാറ്റങ്ങൾ ചെയ്യാന്നുള്ളതല്ല. ബാഹ്യമായി പ്രവർത്തനങ്ങൾ മുഴുകുമ്പോഴും ആന്തരികമായി അവര് ഒരു ലക്ഷ്യവുമില്ലാതിരിക്കുക, അള്ളാഹ് കൽപ്പിച്ചു എന്നതല്ലാതെ വേറൊരു ലക്ഷ്യവും അതിലില്ലാതിരിക്കുക എന്നതാണ് ഹൃദയത്തിന്റെ ആളുകളുടെ അടിസ്ഥാനം. അത് തന്നെയാണ് തിജാനികളുടെയും അടിസ്ഥാനം. അതുപോലെ തന്നെ അവരുടെ ശാരീരികമായ പ്രവൃത്തികളിൽ നിന്ന് അവരിലേക്ക് എത്തുന്ന ഒന്നും അവർ കൊതിക്കാതിരിക്കലും. ഫൈന്നഹു തഅമലു നഫ്സിഹ, കാരണം ഈ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവരുടെ ഗുണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ബാബി ഫദ്ലി ഖസാഇനി മൗല ജല്ല ജലാലുഹു, അള്ളാഹുവിന്റെ ഫദ്ല് കൊണ്ട്, ഫദ്ലിന്റെ കവാടം, ഖസാഇൻ ഫദ്ലിന്റെ തുറക്കപ്പെടാത്ത രഹസ്യമായ കവാടങ്ങൾ അള്ളാഹു തുറന്നു കൊടുത്ത് അവർ ബഹുമാനിച്ചിട്ടുണ്ട്. ബിമാ യുഖവ്വിഹാ വയുനമ്മിഹാ വയുഹീഹാ ഹയാത്തൻ തുനാസിബുഹാ ബിബർക്കത്തിൽ അർസാഖൽ ഹിസിയ. എന്ത് ചെയ്യുന്നതിലൂടെ? റിസ്കിന്റെ ബാഹ്യമായ ശരീരത്തിന് ആവശ്യമായ ഉപജീവനത്തിന്റെ കാര്യങ്ങൾ തേടുന്നതിലൂടെയും അതിലൂടെ ശക്തി പകരുന്നതിലൂടെയും വളരുന്നതിലൂടെയും ജീവൻ പകരുന്നതിലൂടെയൊക്കെ ഈ അസ്ബാബിൽ ആദിയത്തുൽ ഉമൂരി ബിഹ ഫി ഹദ്റത്തിൽ മാലിക്കിയ, അള്ളാഹുവിന്റെ
അള്ളാഹിന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവൻ കൽപ്പിച്ചത് പ്രകാരം, അവൻ അസ്ബാബുകളോട് ബന്ധപ്പെടണമെന്ന് അവൻ കൽപ്പിച്ചത് പ്രകാരം നമ്മൾ അസ്ബാബിലൂടെ ബന്ധപ്പെടുകയും അതിലൂടെ നമ്മൾ വളരുകയും ശക്തി പാകിപ്പിക്കുകയും നമ്മുടെ ശരീരം അതുകൊണ്ട് ജീവനുള്ളതാവുകയും ചെയ്യുന്നതിലൂടെ അള്ളാഹു ഒരുപാട് ഹസായിനുകൾ, അള്ളാഹിന്റെ അനുഗ്രഹത്തിന്റെ ഒരുപാട് കലവറകൾ കൊണ്ട് അള്ളാഹു നമ്മൾ ബഹുമാനിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതിന്റെ സാരം എന്താ പറഞ്ഞാൽ, അള്ളാഹു നമ്മളോട് മഈശത്തിന് വേണ്ടി നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉപജീവനത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പറഞ്ഞൊരു കാര്യം നമ്മൾ എന്തല്ല, അതൊരു ഭൗതികമായ ഒരു കാര്യമല്ല, അത് അള്ളാഹിന്റെ ഭാഗത്തു നിന്ന് അസ്ബാബുകളിലേക്ക് ബന്ധപ്പെടണം എന്നുള്ള കൽപ്പനയാണ്. അങ്ങനെ നമ്മൾ ആ കൽപ്പനയിലൂടെ മുഴുകുന്ന സമയത്ത് നമ്മളെ ശരീരത്തിനും നമ്മൾ ബന്ധപ്പെട്ടവരോടൊപ്പം ആവശ്യമായ കാര്യങ്ങൾ അതിന് ശക്തി പകർത്താനും അതിനെ വളർത്താനും അവന് ജീവൻ നൽകാനും ആവശ്യമായ കാര്യങ്ങൾ തേടുമ്പോൾ അതിലൂടെ അവൻ്റെ ഒരുപാട് ഹസായിനുകൾ, അവൻ്റെ ഒരുപാട് നിധികൾ, അവൻ്റെ അനുഗ്രഹത്തിൻ്റെ നിധികൾ നമുക്ക് മുകളിൽ അവൻ തുറന്നു തരും. അതിലൂടെയും അവൻ നമ്മളെ ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജോലിയിൽ ഏർപ്പെടുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ഒരാൾ ജോലിയിൽ ഏർപ്പെടുന്നത് നല്ല കാര്യമാണ്. ആ ജോലിയിലൂടെ ആത്മീയമായ രഹസ്യങ്ങൾ തന്നെയാണ് അവൻ അറിയുന്നത്. ജോലിക്ക് പോകുന്നത് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് കുറേ ഇബാദത്ത് ചെയ്യലാണ് ഏറ്റവും നല്ല കാര്യം. ജോലിക്ക് പോകുന്ന അത്ര നല്ല കാര്യമൊന്നുമല്ല. അതായത് ആരിഫീങ്ങളെ സമയത്തോളം ജോലിക്ക് പോകുന്നതും ഏറ്റവും നല്ല കാര്യമാണ്. ആ ജോലിക്ക് പോകുന്നതൊന്നും അള്ളാഹുവിനെ തൊട്ട് അവൻ തെറ്റിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ജോലിയൊക്കെ അവനെ സമയത്തോളം ആത്മീയമായ രഹസ്യങ്ങൾ കൊയ്യാനുള്ള വേദികൾ മാത്രമാണ്. ബിഹൈസു അള്ളാഹു പറയുന്നു, ഷെയ്ഖുകൾ പറയാണ്, ബിഹൈസു ലൗ തറക്ത സബബൻ ലദമ്മഹശാര്യ, എന്ത് ചെയ്യാൻ പാടില്ല, അള്ളാഹു അവനോട് കൽപ്പിച്ച ശരീഅത്ത് കൽപ്പിച്ച ഒന്നും അവന് ഒഴിവാക്കാൻ പാടില്ല. ഇന്നല്ലാഹു യുഹിബ്ബുൽ അബ്ദുൽ മുഹ്തരിഫ്, റസൂലുള്ളാഹി ഹദീസ് ഉണ്ട്, ഇന്നല്ലാഹു യുഹിബ്ബുൽ അബ്ദുൽ മുഹ്തരിഫ്, തൊഴിലിൽ ഏർപ്പെടുന്ന അടിമനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. ബിംതിസാലി അവാമിരി സയ്യിദി, കാരണം അള്ളാഹു അത് അവനോട് കൽപ്പിച്ചതാണ്. അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് തൊഴിലിൽ ഏർപ്പെടുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ഉണ്ട്. യുക്രിഹുൽ അബ്ദുൽ ബത്താൽ, ബത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലസനായ ഒരു അടിമൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. ബി മുഖാലഫത്തി അംരി സയ്യിദി, കാരണം അള്ളാഹു അവന്റെ നാഥനെ അവൻ അനുസരിക്കുന്ന അവസ്ഥയിലല്ല, അതുകൊണ്ടാണത്. അപ്പോൾ അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട് ഉപജീവന മാർഗം തേടണം, ജോലി ചെയ്യണം. അപ്പോൾ അതൊരു ഇബാദത്താണ്. ആ ഇബാദത്തിൽ നമ്മൾ മുഴുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അതിലൂടെ നമുക്ക് ഉപജീവനം ലഭിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, ശമ്പളം കിട്ടുന്നുണ്ട്, അതിലൂടെ നമ്മളും നമ്മുടെ കുടുംബമൊക്കെ നല്ല രൂപത്തിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ അതിലൂടെ ഒക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ ആത്മീയമായ രഹസ്യങ്ങളുടെ വലിയ വലിയ കലവറകൾ തുറന്ന് കിട്ടും. അതിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ ഫദ്ലിനെ ഒരുപാട് സാക്ഷ്യം വഹിക്കാൻ സാധിക്കും എന്നാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. അതേസമയം നമ്മൾ ആരെങ്കിലും ജോലി ചെയ്യാതിരുന്നാൽ അതിലൂടെ അള്ളാഹിൻ്റെ കൽപ്പനയ്ക്ക് നമ്മൾ എതിരായി നിൽക്കുകയാണ്, നമ്മൾ അലസനായി. അതിലൂടെ അള്ളാഹുവിൻ്റെ ഫദ്ലിൻ്റെ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ നമ്മളെ മുമ്പിൽ അടക്കപ്പെടും. അതിലൂടെ അള്ളാഹുവിൻ്റെ രഹസ്യങ്ങൾ പലതും നമുക്ക് കിട്ടാതെ ആവും, നമുക്ക് ആത്മീയമായ യാത്ര പ്രയാസമാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തൊഴിലിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്, ഒരു സൃഷ്ടികൾക്കിടയിൽ തൊഴിലിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമല്ല. വസബബു മആശിദാത്തി റൂഹാനിയത്തി വഖൂഫി ബാബി മൗലാക ദായിമൻ അല ഹസബി മാ ഖാനത അലൈഹി ഖബ്ല ദാത്തി തുറാബിയത്തി, എന്നാൽ നമ്മളെ റുഹാനിയായ നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ എന്താ, ആത്മാവിന്റെ മൈശത്ത് എന്താ, ഇതൊക്കെ ബാഹ്യമായ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ എന്താവണം? നമ്മൾ സാധാരണ ശരീരം കൊണ്ട് ചെയ്യുന്ന അമലാണ് ജോലിയിൽ ഏർപ്പെടുക എന്ന് പറയുന്നത്. പക്ഷെ ജോലിയിൽ ഏർപ്പെടുന്ന ശരീരം കൊണ്ട് ചെയ്താൽ മതി, നമ്മൾ ഹൃദയം കൊണ്ട് ചെയ്യേണ്ട. നമ്മൾ ശരീരം കൊണ്ടേ അതിലാവാവൂ, ഹൃദയം കൊണ്ട് അതിലാവാൻ പാടില്ല. ഹൃദയം എപ്പോഴും എന്തായിരിക്കണം? നിങ്ങൾ യജമാനന്റെ മുമ്പിലായിരിക്കണം. അവനാണ് റസാഖായവൻ, അവനാണ് റിസ്ക് തരുന്നവൻ. അവൻ പറഞ്ഞുകൊണ്ടാണ് ഇതിൽ നിങ്ങൾ ഏർപ്പെടുന്നത്, അല്ലാതെ ഇതുകൊണ്ടേ അത് കിട്ടുള്ളൂ, റിസ്ക് കിട്ടുള്ളൂ നിങ്ങൾ മനസ്സിലാക്കരുത്. റിസ്കിന് വേണ്ടി നിങ്ങൾ അന്വേഷണത്തിൽ ഏർപ്പെടുന്നത്, ജോലിയിൽ ഏർപ്പെടുന്നത് അവൻ പറഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ ആത്മാവ് അവന്റെ കവാടത്തിൽ തന്നെ ആയിരിക്കണം, ഇതിന്റെ കവാടത്തിലാവരുത്. നിങ്ങൾ ജോലി തേടുന്നുണ്ടെങ്കിൽ, ജോലിയിലൂടെ നിങ്ങൾ റിസ്ക് തേടുന്നുണ്ടെങ്കിൽ ആ ജോലിയുടെയും റിസ്കിന്റെയും കാരണം കൊണ്ടാണ് എനിക്ക് എൻ്റെ ഉപജീവനം നടന്നു പോകുന്നത് നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ നിങ്ങൾ അതിൻ്റെ കവാടത്തിലാണ്, അള്ളാന്റെ കവാടത്തിലല്ല. നിങ്ങൾ എന്താവണം? അള്ളാന്റെ കവാടത്തിൽ നിൽക്കണം.
പിന്നെ എന്നിട്ട് എപ്പോഴും നിങ്ങൾ അള്ളാഹിൻ്റെ കവാടത്തിലായി നിലനിൽക്കണം. ഫൈനമ മുജറദും മിൻ ലവാസിമിൽ ബശരീയ, അത് നിങ്ങളുടെ ബശരീയായ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥകളിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കാണ്. നിങ്ങൾ ബാഹ്യമായി നിങ്ങൾ ശാരീരികമായ അവസ്ഥയിൽ നിൽക്കുമ്പോഴും ആത്മീയമായി നിങ്ങളെപ്പോഴും അള്ളാഹുവിൻ്റെ മുമ്പിലായിരിക്കണം. വാരിഫൻ ബഷീറത്തൻ ബി അംരി റബ്ബിഹ, നിങ്ങളെപ്പോഴും ഉൾക്കാഴ്ച കൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയെ കാണുന്ന അനുഭവിക്കുന്ന അതിനെ അറിയുന്നൊരവസ്ഥയിലായിരിക്കണം. മുഹിബൻ ഫാനിയൻ ഷാക്കിറത്തുൻ, അതുപോലെ തന്നെ അള്ളാഹുവിനെ എപ്പോഴും സ്നേഹിക്കുന്ന അവൻ ഫനായ അവനെ നന്ദി ചെയ്യുന്ന അവസ്ഥയിലായി നിലകൊള്ളണം. ഖായിമത്തൻ ബി അംരി റബ്ബിഹ, എപ്പോഴും നിങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പനയെ നിലകൊള്ളണം. ഉബൂദിയത്തിൽ മുഷാഹദത്തി സവായിക്കൽ ജലാൽ, അള്ളാഹുവിൻ്റെ ജലാലിയത്തിൻ്റെ പിന്നെ ഇടിമിന്നലുകളെ സാക്ഷ്യം വഹിക്കുന്ന ഉബൂദിയത്തിലായി നിലകൊള്ളണം. അപ്പോൾ നിങ്ങൾ ഈ ജോലിയിലൊക്കെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ജോലി ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും, ചിലപ്പോൾ ജോലി ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട വരുമാനം ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഒക്കെ നമ്മൾ റൂഹ് എന്തായിരിക്കണം? റൂഹ് അതിലൂടെ സാക്ഷ്യം വഹിക്കേണ്ടത് അള്ളാഹുവിൻ്റെ ജലാലിൻ്റെ ഇടിമിയക്കമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിലൂടെ ആയിരിക്കണം പിന്നെ നിങ്ങൾ റൂഹ് സഞ്ചരിക്കേണ്ടത്. ബിഹാർ മഹാസിനിൽ ജമാലിൽ മാലിക്കി, നിങ്ങളൊരു ജോലി ചെയ്തു, ആ ജോലിയിലൂടെ നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടിയാൽ അപ്പോഴും നിങ്ങൾ അള്ളാഹുവിൻ്റെ ജമാലിനെയാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ റൂഹ് ആ ജമാലിനെ സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥയിലാണ്, നേരത്തെ ആ ജമാലിനെ സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥയിലായതുപോലെ. വാഫനാഹ അവാസിഫൽ ജലാലി ബിഹൗഫി ഹൈബത്തിഹി അൻ റുയത്തിൽ ഖൈരി, അങ്ങനെ ഈ അള്ളാഹുവിൻ്റെ ജലാലിൻ്റെ കൊടുങ്കാറ്റ് നിങ്ങളെ അള്ളാഹു അല്ലാത്ത ഒന്നിനെ കാണുന്നതിന് തൊട്ട് പേടിപ്പെടുത്തുകയും ഭയപ്പെടുത്തുകയും ചെയ്യും. വാഫനാഹ ഷുമൂസുൽ ജമാലി ബിഹുബ്ബി ലിസയാദതി അൻ ഹുദൂരി ഐരി മഹ്ബൂബിൻ ഫീഹ, മഹ്ബൂബല്ലാത്ത എന്തെങ്കിലും ഒന്ന് നിങ്ങളെ ഹൃദയത്തിലേക്ക് കടക്കുന്നതിന് തൊട്ട് അള്ളാഹുവിൻ്റെ ജമാലിൻ്റെ ശംസ്, ജമാലിൻ്റെ പിന്നെ സൂര്യൻ നിങ്ങളെ ഫനായിലാക്കും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലായി നിൽക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ ജലാല് നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഒന്നിനെ കാണുന്നതിനിട്ട് നിങ്ങൾ തടയും. അള്ളാഹു അല്ലാത്ത ഒന്ന് നിങ്ങളെ ഹൃദയത്തിലേക്ക് സ്ഥാനം പിടിക്കുന്നത് തൊട്ട് അവൻ്റെ ജമാലും നിങ്ങളെ തടയും. ഫഖമുലു സഫാഉഹ, അങ്ങനെ നിങ്ങൾ പരിപൂർണതയുടെ ഒരു പരിശുദ്ധിയുടെ പരിപൂർണത എത്തിച്ചേരും. വൈന്നമാ നസല ബിഹാ ഹലാഖൽ ഹിജാബു ബാദ നഫഹിഹാ ഫി ജസദി തുറാബ്, ഈ റൂഹ് നമ്മുടെ ശരീരമാകുന്ന മണ്ണാകുന്ന ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിലേക്ക് ഊതപ്പെട്ടാൽ, ഇപ്പം നമ്മൾ ഈ റൂഹിൻ്റെ അവസ്ഥ ഇതാണ്. എപ്പോഴും ഈ റൂഹ് മണ്ണാകുന്ന ശരീരത്തിലേക്ക് ഊതപ്പെട്ടാൽ ബിസ്തിഹ്കാമു ഹുക്മി ജസദി വ തുറാബിൽ അലീദ്, കട്ടിയുള്ള ഈ ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ശരീരത്തിൻ്റെ ഹുക്കുമിലേക്ക് അത് കീഴ്പ്പെട്ട് നിന്നാൽ മായിലിയില ലവാസിമി തുറാബി വ മനായിബത്തിഹി വ നബാത്തിഹി, അതുപോലെ തന്നെ ഈ മണ്ണ് വളരുന്നതിലേക്കും അതിൻ്റെ തുടക്കത്തിലേക്കും അതിൻ്റെ താല്പര്യങ്ങളിലേക്കും ഇത് ചെരിഞ്ഞു പോയാൽ അലീദിന് അമഹി, അതുപോലെ തന്നെ ഇതിൻ്റെ കട്ടിയുള്ള അനുഗ്രഹങ്ങളുടെ ഈ ഒരു ശരീരത്തിൻ്റെ ലദ്ദത്തിൽ അത് മുഴുകിപ്പോയാൽ, അതിൽ സന്തോഷം കണ്ടെത്തിയാൽ ഹത്ത അലിഫത്ത് മാ അലിഫത്ത് തുറാബ്, അങ്ങനെ ഈ ശരീരത്തിനെ ഏകിച്ചേർന്ന കാര്യങ്ങൾ ഇതിലേക്കും ഏകിച്ചേരുന്നൊരവസ്ഥ ഉണ്ടായിത്തീർന്നാൽ, പറഞ്ഞതിൻ്റെ അകത്തുക പറഞ്ഞാൽ ഇപ്പോൾ റൂഹിൻ്റെ അവസ്ഥ ഇതാണ്. ഈ റൂഹിൻ്റെ അവസ്ഥ നമ്മുടെ ശരീരത്തിലേക്ക് ഊതപ്പെട്ടാൽ ശരീരത്തിനൊരു ഗുണമുണ്ട്. ശരീരത്തിന് ലൗകികമായ താല്പര്യങ്ങളുണ്ട്, ശരീരത്തിന് മൃഗീയമായ താല്പര്യങ്ങളുണ്ട്. ഈ ശരീരത്തിൻ്റെ ലൗകികമായ മൃഗീയമായ താല്പര്യങ്ങളിലേക്ക് റൂഹ് വരുന്ന സമയത്ത് റൂഹ് അതുമായി ഏകിച്ചേരുന്നൊരവസ്ഥ ഉണ്ടായിത്തീരും. ഇതിൽ പറഞ്ഞൊരു പ്രയോഗം അലീദ് തന്നെ കട്ടിയായ ഒരു നിയമത്ത് നിന്നാണ്. ഇതിൻ്റെ ആസ്വാദനങ്ങൾ, ശരീരത്തിൻ്റെ ആസ്വാദനങ്ങളൊക്കെ കട്ടിയായ ആസ്വാദനങ്ങളാണ്. രസം കിട്ടൂല ആ ആസ്വാദനത്തിൽ, എന്നാൽ രസം ഉണ്ടായിരുന്നു. റൂഹിൻ്റെ ആസ്വാദനങ്ങൾ തന്നെ കട്ടിയല്ല, ഭയങ്കര മൃദുലമായ ആസ്വാദനങ്ങളാണ്. ഫലമ്മ കല്ലഫൽ ഹഖു ബിബുലൂഇ വഅഖലി താമി അംറഹ ബിറുജൂഇ ഇലാ മാ കാനത് അലൈഹി മിൻ സഫ, അങ്ങനെ ഈ ഒരു ശരീരത്തിലേക്ക് റൂഹ് ഊതപ്പെട്ടു. ഈ ശരീരം വലുതായി ലാസ്റ്റ് അതിന് ഒരു തകല്ലുഫ് ഉണ്ടാവുന്ന, അതിന് പിന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന
അതിനെ ചോദ്യം ചെയ്യുന്ന പ്രായപൂർത്തി എത്തുന്ന ഒരവസ്ഥ അവന് വന്നു ചേർന്നാൽ പിന്നെ അവനോട് കൽപ്പിക്കപ്പെടും നേരത്തെ റൂഹുണ്ടായ അവസ്ഥയിലേക്ക് തന്നെ അവൻ മടങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ട്. വതകൂനു കാഫിലത്തിൻ ലി തുറാബിയത്തി, അതുപോലെ തന്നെ ആ റൂഹിനോട് കൽപ്പിക്കപ്പെടും ഇതിൻ്റെ മുകളിൽ രക്ഷാധികാരിയാവാൻ വേണ്ടി. ഇപ്പോൾ ആ റൂഹ് ഇതിൻ്റെ അടിമയായിട്ടായിട്ട് ഉണ്ടാവുക. പെട്ടെന്ന് നമ്മൾ ആ ശരീരത്തിന് അടിമയായിട്ടാണ് റൂഹ് ഉണ്ടാവുക. പെട്ടെന്ന് നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മളുടെ ഒരു മുക്കല്ലഫായി കഴിഞ്ഞാൽ നമ്മളോട് കൽപ്പിക്കപ്പെടും പഴയ മുമ്പുണ്ടായിരുന്ന പരിശുദ്ധിയിലേക്ക് എന്നെ മടങ്ങണമെന്നും, അതുപോലെ തന്നെ ഈ റൂഹ് ഈ ശരീരത്തിൻ്റെ മുകളിൽ രക്ഷാധികാരിയായി അധികാരിയായി നിലയുറപ്പിക്കുന്നുള്ള കാര്യം കൽപ്പിക്കപ്പെടും. മിമ്മാ യുഫ്സിദു നിദാമഹ മിൻ ജൂഇൻ വഅത്ശിൻ വഉരിയിൻ വഇൽഖാഇ മിൻ തഹലുക്കത്തിൻ വഇർശാദിഹ ഇലാ മാ യുസ്ലിഹ ബിബഖാഇ നിദാമിഹ ഇലാ വഖതി അസാദിഹൽ മൗത്ത്. അതുപോലെ തന്നെ അതിൻ്റെ നല്ല ക്രമത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. വിശപ്പ് വരുന്ന സമയത്തും ദാഹം വരുന്ന സമയത്തും നഗ്നത മറക്കുന്ന വിഷയങ്ങളിലും അതുപോലെ അതിനെ നശിപ്പിക്കുന്ന മറ്റു കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം? അതിൻ്റെ നല്ല ക്രമം നശിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഇതിനെ രക്ഷപ്പെടുത്തണം. അതുപോലെ മരിക്കുന്ന സമയത്ത് അതിൻ്റെ ക്രമത്തിന് നന്മ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് അതിനെ മാറ്റുകയും വേണം. മരിക്കുന്ന സമയത്ത് റൂഹിൻ്റെ മുകളിൽ ഈ ഒരു ബശരീയത്ത് മേൽക്കോയ്മ പ്രാപിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളതെങ്കിൽ അത് അവന് ദോഷകരമായിട്ടാണ് ഉണ്ടാവുക. അതേസമയത്ത് മരിക്കുന്ന സമയത്ത് ഈ നഫ്സിൻ്റെ മുകളിൽ റൂഹിന് ആധിപത്യം സ്ഥാപിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ അത് അവന് നന്മയായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ മോശപ്പെട്ട അവസ്ഥയിലേക്ക് ചാടിപ്പോകുന്നതിന് തൊട്ട് റൂഹിനോട് ശരീരത്തിന് രക്ഷപ്പെടുത്താൻ വേണ്ടി കൽപ്പിക്കപ്പെടും. വനസബഹല്ലാഹു അമീറൻ തമിറു വയ അമുർ ഐറഹു, അങ്ങനെ ഈ റൂഹിനെ അള്ളാഹു ഒരു അമീറായി നിശ്ചയിക്കും, അതിനോട് കൽപ്പനകളൊക്കെ നൽകുന്ന ഒരു അമീറായിട്ട്. ഫഹസല ലഹാ ബിഫദ്ലിഹി നതായിജു ഹൽവതി വൽ ഇംറതി മുതഖനതി ബിസിയാസത്തി റബ്ബാനിയത്തി വ മൗലത്തിൽ ഹസനത്ത് സനിയ. അതുപോലെ തന്നെ ഇതിനെ അള്ളാഹു ബഹുമാനിക്കും, ഈ റൂഹിനൊരു ബഹുമാനം നൽകും അള്ളാഹിൻ്റെ ഫദ്ല് കൊണ്ട്. എങ്ങനത്തെ ബഹുമാനം? അള്ളാഹുവിൻ്റെ റബ്ബാനിയായ സിയാസത്തിനെ, റബ്ബാനിയായ ക്രമത്തിൻ്റെ അധികാരത്തിന് നന്നായി നോക്കി നടത്തുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിൽ. അതുപോലെ മൗലത്തുൽ ഹസന, ഏറ്റവും നല്ല ഉപദേശം നൽകുന്ന, ഉന്നതമായ ഉപദേശം നൽകുന്ന ഒരു ഭരണാധികാരി എന്ന നിലയിൽ അള്ളാഹു ഈ ഒരു റൂഹിന് അധികാരം നൽകും. അതിലൂടെ അവനെ അതിനെ ബഹുമാനിക്കുകയും ചെയ്യും. കുല്ലമൻ ദക്കറഹു ശാരിഉ മിൻ ഫളായിലി വറആയിബി ഇന്നമാ ഹുവ ഫദ്ലുൽ ഇംറതി മുഅയ്യിബത്തിൽ ബി സിയാസത്തിൽ ഹഖ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ശരീഅത്തിൽ കൽപ്പിച്ച ഏതൊരു കാര്യം, ഏതൊരു നല്ല ഗുണങ്ങളും അതൊക്കെ തന്നെ ഈ ഒരു അധികാരത്തെ, റൂഹിന് നഫ്സിന്റെ മുകളിലുള്ള അധികാരത്തിനെ പിന്തുണയ്ക്കുന്നതാണ്. ഹക്ക് ആ നഫ്സിന്റെ മുകളിൽ ഈ റൂഹിന് അധികാരം കൊടുത്തതിനെ പിന്തുണയ്ക്കുന്നതാണ്. കാരണം ലിഅന്നഹ ഇനിംറാത്ത് ബിഹ വഹക്മത്ത് ബിഹ അല ഐരിഹ മിൻ തുറാബിയത്തി സാറത്ത് നായിബത്തുൻ അനില്ലാഹി ഫിസ്തിഅമാലി സിയാസത്തി വലുസൂമി ഷർത്തിഹി. കാരണം എന്താ പറഞ്ഞാൽ ഈ അള്ളാഹുവിൻ്റെ അധികാരം നടപ്പിലാക്കുന്നതിലൂടെയും അവൻ്റെ നിബന്ധനകൾ ഇവിടെ പ്രാവർത്തികമാക്കുന്നതിലൂടെയും ഈ ശരീരത്തിൻ്റെ മുകളിൽ ഈ റൂഹ് അള്ളാഹുവിൻ്റെ നായിബായി വർത്തിക്കും, അള്ളാഹുവിൻ്റെ പ്രതിനിധിയായി വർത്തിക്കും. അപ്പോൾ ഈ ശരീരം എന്ന് പറയുന്നത് ഒരു പ്രജയും ശരീരത്തിൻ്റെ മുകളിലുള്ള റൂഹ് അതിൻ്റെ ഉടമയുമായി മാറും. അങ്ങനെ ഉടമനോട് ചില കൽപ്പനകൾ അള്ളാഹു നൽകി, എന്നിട്ട് കൽപ്പനകൾ നൽകി ഉടമ ആ അടിമനെ ഭരിക്കുന്ന രൂപത്തിലാണ് ഉണ്ടാവുക. അങ്ങനെ ഈ റൂഹാകുന്ന ഉടമ അള്ളാഹുവിൻ്റെ ഒരു നായിബായി വർത്തിക്കും, അള്ളാഹുവിൻ്റെ ഒരു പ്രതിനിധിയായി വർത്തിക്കും. വഹുക്മുല്ലാഹി അലാ നഫ്സിഹി ബിർറഹ്മ. യഥാർത്ഥത്തിൽ നഫ്സിന്റെ മുകളിലുള്ള അള്ളാഹിന്റെ ഹുക്മ എന്ന് പറയുന്നത്, വിധി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ കാരുണ്യാണ്. വഹിയ ഇൽബാസു സിയാബി ജമാലി ഐരിൽ ഫാനിയതി വഹുലലിൽ ഇസ്സതി ലിനിയാബതിഹാ അൻഹു മിൻ അംരി ബിമഅറൂഫി വനഹി അനിൽ മുൻകർ. അതെന്താണ്? നല്ലതുകൊണ്ട് കൽപ്പിക്കലും തിന്മ കൊണ്ട് വിരോധിക്കലുമാകുന്ന വസ്ത്രമണിയുന്നത് കൊണ്ടുള്ള ജമാലാണ്.
അതുപോലെ തന്നെ തൻ്റെ പ്രജകളുടെ മുകളിൽ അധികാരം സ്ഥാപിച്ചത് പ്രജകളെ അതവ് പഠിപ്പിക്കുന്നതിലൂടെ അള്ളാഹു നൽകിയ അധികാരവുമാണ്. അല്ലത്തി ഹിയ തുർബിയത്തു ബി ഹദറത്തി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ബഹുമാനം കൊണ്ട് എന്തായിത്തീരുന്നത് എന്താണ്? ഹദറത്തുൽ ഖുദുസിലേക്ക് പ്രവേശിപ്പിക്കപ്പെടും. അല്ലദീ ലാ ഫനാ ഫിഹ വലാ ഐറ വലാ സഹബ്, അവിടെ ബഹളങ്ങളോ മറ്റൊന്ന് കാണുന്ന അവസ്ഥകളോ നാശമോ ഒരവസ്ഥയാണത്. വലാ തക്ലീഫ് അല തുറാബിയ, അവിടെ തുറാബിയായ ഈ ഒരു ശരീരത്തിന്റെ അവസ്ഥന്റെ തക്ലീഫൊന്നും അവിടെ ഇല്ല. കാരണം മരണത്തിലൂടെ പൂർണ്ണമായി നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ ഈ തക്ലീഫ്, ഈ നമ്മളെ ശരീരത്തിന്റെ തക്ലീഫ് നശിപ്പിക്കപ്പെടും. പറഞ്ഞതിൻ്റെ ആകത്തുക എന്താന്ന് പറഞ്ഞാൽ, ഇത് ആലങ്കാരികമായി പറഞ്ഞെന്നുള്ളൂ. പറഞ്ഞതിൻ്റെ ആകത്തുക നമ്മളെ ശരീരത്തിലേക്ക് റൂഹ് പ്രവേശിക്കപ്പെടുമ്പോൾ ശരീരത്തിന്റെ മുകളിൽ അള്ളാഹു അധികാരം ഏൽപ്പിക്കും റൂഹിനെ. അപ്പോൾ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ ആ ശരീരത്തിന് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും ഒക്കെ റൂഹിന് അള്ളാഹു ഡ്യൂട്ടി നൽകും. അങ്ങനെ ആ ഡ്യൂട്ടികളൊക്കെ നല്ല രൂപത്തിൽ നിർവഹിക്കുകയാണെങ്കിൽ റൂഹിന് ഉന്നതമായ അവസ്ഥകൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ആ റൂഹിന് ബഹുമാനിക്കുന്നൊരവസ്ഥ ഉണ്ടാവും. മാത്രമല്ല റൂഹിനെ ഭരണാധികാരിയാക്കുകയും അള്ളാഹുവിൻ്റെ കീഴിൽ കാര്യകർത്തം ചെയ്യുന്ന അള്ളാഹുവിൻ്റെ പ്രതിനിധിയാക്കി അള്ളാഹു തീരുമാനിക്കുകയും ചെയ്യും. അങ്ങനെ ആ റൂഹ് ആയിത്തീർന്നാൽ പിന്നെന്താ സംഭവിക്കുക? ആ റൂഹ് അള്ളാഹുവിലേക്ക് തന്നെ തിരിച്ച് ഫനാ ആവുന്ന അവസ്ഥയിലേക്കും അള്ളാഹു അല്ലാത്ത എല്ലാം ഒഴിവായി അള്ളാഹു അല്ലാത്ത എല്ലാ ബഹളങ്ങളെയും മാറ്റി അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്നൊരവസ്ഥ ഉണ്ടായിത്തീരും. ഈ ഒരവസ്ഥ മരിക്കുന്ന സമയത്ത് എന്തായാലും ഉണ്ടാവും. കാരണം മരിക്കുന്ന സമയത്ത് ഒരാളുടെ തക്ലീഫ്, തുറാബിയായ ശാരീരികമായ തക്ലീഫ് അവനിൽ നിന്ന് ഊരപ്പെടും. ആ തക്ലീഫ് ഊരപ്പെടുന്ന സമയത്ത് പിന്നെ അവൻ്റെ അടുത്ത് ബാക്കി ഉണ്ടാവുക ആ റൂഹ് മാത്രമായിരിക്കും. അപ്പോൾ റൂഹിൻ്റെ ഉത്തരവാദിത്വം ആ മരിക്കുന്ന സമയത്ത് അവനെ നല്ല അവസ്ഥയിൽ മരിപ്പിക്കുക എന്നുള്ളതാണ്. നല്ല അവസ്ഥയിലാണ് മരിപ്പിക്കുന്നതെങ്കിൽ അവൻ മടങ്ങുന്നത് അള്ളാഹുലേക്ക് ഫനാ ആയിട്ടായിരിക്കും. അതേസമയം റൂഹ് മരിക്കുന്ന സമയത്ത് ഈ നല്ല അവസ്ഥയിലല്ല മരിച്ചതെങ്കിലോ, അപ്പോൾ ആ റൂഹിൻ്റെ മുകളിൽ നഫ്സിന് അധികാരം ഉണ്ടാവുകയും ശരീരത്തിന് അധികാരം ഉണ്ടാവുകയും അവന് ഈ പറയപ്പെട്ട രൂപത്തിലുള്ള അവസ്ഥകളൊക്കെ അവന് പ്രാപിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. അമ്മർ റുഹാനിയത്തു ഫഹിയ മുതഖല്ലഫുൻ അബദൻ ബിനഫ്സിഹാ ബിഹൈസു ലാ യജൂസു ലഹാ അൻ തഫ്അലു അൻഹു നഫ്സൻ വാഹിദൻ മിൻ അൻഫാസി ദുനിയ വൽ ആഖിറ. റൂഹിന്റെ അവസ്ഥ പറയാൻ, ഇതിപ്പോ റൂഹ് ശരീരത്തിലേക്ക് കടന്നാൽ ആ ശരീരത്തിന്റെ ഇഷ്ടങ്ങളിലും മുഴുകുന്നതും പിന്നെ റൂഹിനോട് ആ ശരീരത്തിന്റെ മുകളിൽ അധികാരം സ്ഥാപിച്ച് ആ റൂഹിനെ റൂഹിന്റെ പഴയ അവസ്ഥയിലേക്ക് മടക്കാൻ അതിന് പ്രേരിപ്പിക്കാനൊക്കെ പറയുന്നതൊക്കെയാണ്. യഥാർത്ഥത്തിൽ റൂഹിനെ മാത്രം നോക്കിയാലോ, അമ്മ റുഹാനിയ റൂഹിന്റെ കാര്യം വഹിയ മുകല്ലഫുൻ അബദൻ ബിനഫ്സിഹാ ബിഹൈസു ലാ യജൂസു ലഹാ അൻ തഫഅല അൻഹു നഫ്സൻ വാഹിദൻ മിൻ അൻഫാസി ദുനിയ വൽ ആഖിറ. ദുനിയാവിലോ ആഖിറത്തിലോ ഒരു നിമിഷം പോലും അതിന് അള്ളാഹുവിനെ മറക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പറ്റൂല. അതാണ് റൂഹിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. വഹിയ ഫിൽ ജന്നത്തി ഖായിമത്തുൻ ബി അംരി റബ്ബിഹാ വാഖിഫുൻ ബി മശ്ഊരി ഉബൂദിയത്തി ദായിമൻ. അതെപ്പോഴും സ്വർഗത്തിലാണ്, അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന സ്വർഗത്തിൽ നിൽക്കുന്ന അവസ്ഥയിലാണ്. വാഖിഫുൻ ബി മശ്ഊരി ഉബൂദിയത്തി ദായിമത്തൻ, എപ്പോഴും അത് ഉബൂദിയത്തിലാണ്. ഇതാണ് റൂഹിന്റെ അവസ്ഥ. വഇന്ന മസ്തറാഹത്ത് മിൻ അംരി തുറാബിയ്യ, അത് മരിക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുന്നത്? ആ റൂഹിൻ ആ ശരീരമാവുന്ന മണ്ണിന്റെ അവസ്ഥ നിന്ന് രക്ഷപ്പെടുക മാത്രമാണ് ചെയ്യുന്നത്. ഫൈനമാ ഫാനിയത്തും ഫി ഹദറത്തി റബ്ബിഹ മുസ്തഹരികത്തും മിന്നൂർ റബ്ബിഹ. അങ്ങനെ അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ അത് ഫനാവ് ഭാവിക്കുകയും അള്ളാഹിന്റെ പ്രകാശം കൊണ്ട് അത് നശിക്കുന്ന അവസ്ഥ ഉണ്ടായിത്തീരുകയും ചെയ്യും. അല്ലദീഹു അൽ മൗത്ത്, ആ മൗത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ റൂഹിന് തുടക്കത്തിൽ അള്ളാഹുവിന്റെ സാന്നിധ്യത്തിൽ നിൽക്കുന്ന അവസ്ഥ തന്നെയായിരുന്നു. ശരീരത്തിൽ പ്രവേശിക്കുമ്പോഴും റൂഹാവസ്ഥ തന്നെയാണ്. മരിച്ചതിന് ശേഷം റൂഹാവസ്ഥ തന്നെയാണ്. പക്ഷെ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ റൂഹിന്റെ ആ അവസ്ഥന്റെ മുകളിൽ നഫ്സ് ശരീരം മേൽക്കോയ്മ പ്രാപിക്കും. ആ മേൽക്കോയ്മ പ്രാപിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ആ റൂഹിന്റെ ആത്മീയമായ അവസ്ഥനെ കാണാതെ പോകുന്നത്. എന്നാൽ മരിക്കുന്നതോടുകൂടി ആ ശരീരം അതിൽ നിന്ന് വിടുകയും റൂഹ് വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങിച്ചെല്ലുകയും ചെയ്യും. ഫമലക്കുൽ മൗത്തുൽ ഇന്നമാ ഹുവ സബബു ആദിയൻ അലാ ഹസബി തർബിയത്തിൽ മംലക്കത്തില ഐറ.
നമ്മളെ മരണമെടുക്കുന്ന മലക്കുൽ മൗത്ത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹു വെച്ചൊരു സബബ് മാത്രമാണ്. മലക്ക് വെറുതെ അവിടെ ഒരു സബബിനായിട്ട് വെച്ചെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പിന്നെ മലക്കൊന്നും ചെയ്യുന്നൊന്നുമില്ല. അമ്മൽ മൗത്ത് ഹുവൽ ബഖാഉ ജലാലിൽ ഇലാഹിയ, യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്നത് അള്ളാഹു ഇലാഹിയായ ജലാലിന്റെ ബഖാവിലേക്കുള്ള മടക്കാണ്. വൽ ബഅസു ഇൻബിആസുൽ അജ്സാമി ഫി ഹദ്റത്തി തമീസിൽ അശ്ബാഹി മുംബഇസതി മിനൽ ഖൗനി സർമദിയത്തുൽ ഉഖറ. അപ്പോൾ ബഹസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ പിന്നെ ആഖിറത്തിന്റെ സമയത്ത് അവസാന നാളിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലേ. അതെന്താ വൽ ബഹസു, ഉയർത്തെഴുന്നേൽപ്പ് എന്ന് പറഞ്ഞാൽ ഇൻബിഗാസുൽ അജ്സാമു ഇലാ ഹദ്റത്തി തമീദിൽ അശ്ബാഹിൽ മബ്ഊസിയത്തി മിൻ ഖൗനി സർമദിയത്തുൽ ഉഖറ. ആഖിറത്തിന്റെ ആ അറ്റമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ തിരിച്ചറിയുന്ന അവസ്ഥയിലേക്ക് ഉയർത്തെഴുന്നേൽക്കലാണ്, അല്ലാതെ നമ്മൾ നേരത്തെ ഉള്ള അവസ്ഥയിലേക്ക് എന്നെ മാറലല്ല. അപ്പൊ നമുക്കിപ്പോൾ ഒരു ശരീരം ഉണ്ടല്ലോ, അപ്പോൾ ആ ശരീരം മരിക്കുന്ന സമയത്ത് ഇതേ ശരീരത്തിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ച് മടങ്ങി വരിക എന്ന് നമ്മൾ ചിന്തിക്കരുത്. അങ്ങനെയല്ല, അത് നമ്മളെ ശരീരം തന്നെയാണ്, പക്ഷെ ആ ശരീരത്തിന് വേറൊരവസ്ഥ ഉണ്ടാവും. ആ ഒരവസ്ഥ പരലോകത്തെ അറ്റമില്ലാത്ത കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു പ്രകൃതിയിലായിരിക്കും അത് ഉയർത്തെഴുന്നേൽക്കുണ്ടാവുക. ബാദൽ മൗതി മുംബഇസത്തുൻ മിൻ ഖുവ്വത്തി തുറാബിയത്ത് ദുനിയവിയ, ദുനിയവിയായ തുറാബിയത്തിന്റെ ശക്തി കൊണ്ടായിരിക്കും ആ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് എത്രത്തോളം നമ്മളെ ഈ ഒരു ശരീരത്തിനെ ആത്മീയമായി ഉയർത്തിയോ, എത്രത്തോളം ഈ ശരീരത്തിനെ റൂഹിന്റെ ഇച്ഛകൾക്കനുസരിച്ച് കീഴ്പ്പെടുത്തി വെച്ചോ, അതിന്റെ തോതനുസരിച്ചായിരിക്കും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക. അതിന്റെ ശക്തി കൊണ്ടായിരിക്കും ഉയർത്തെഴുന്നേൽക്കുക. അപ്പോൾ ചിലർക്ക് അത് ശക്തി കുറഞ്ഞ ഒരവസ്ഥയിലുള്ളതായിരിക്കും, ചിലർക്ക് നല്ല ശക്തി കൂടിയ അവസ്ഥയിലായിരിക്കും. എന്തായാലും ആ ശക്തി രൂപയുടെ അവസ്ഥക്കനുസരിച്ചാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക. വഹിയ ഐറഹാ ഫി ശക്ലിഹ വ സൂറത്തിഹ, എന്നാൽ ആ രൂപം നമ്മളെ ഈ രൂപത്തിനോട് പോലെയുള്ള ആ രൂപം ഉണ്ടെന്നേ ഉണ്ടോ, അത് നമ്മളതേ രൂപമാണെന്ന് നമ്മൾ മനസ്സിലാക്കരുത്. അത് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായ രൂപമായിരിക്കും. ഔല മുന്തക്കത്തുൻ മത്ഹൂനത്തുൻ ബി അരീഹിൽ ബല, ഒന്നാമത്തെ രൂപം ഉണ്ടല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ശരീരത്തിന്റെ രൂപം, അത് ഈ ബലാവ് കൊണ്ട്, പരീക്ഷണങ്ങൾ കൊണ്ട്, അതുപോലെ ഖിയാമത്ത് നാളിന്റെ നാശം കൊണ്ട് ഒക്കെ അരക്കല്ലിൽ ഇട്ട് തകർന്നു പോകുന്നത് പോലെ തകർന്നു പോയിട്ടുണ്ട്. വസാനിയത്തു ബറസത് മിൻ ഖുവ്വത്തി മംബതിഹ, എന്നാൽ രണ്ടാമത് അതിന്റെ ഉത്ഭവസ്ഥാനത്തിന്റെ കുവ്വത്ത് കൊണ്ട്, അതിന്റെ ശക്തി കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുന്നതാണ്. വഖ്തലഫത്ത് അഹ്കാമുഹ, ഇത് രണ്ടിന്റെയും വിധികൾ വ്യത്യസ്തമാണ്, രണ്ടും ഒരേപോലെയല്ല. ഇപ്പൊ ഇപ്പോഴുള്ള നമ്മളെ ശരീരവും മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്ന നമ്മളെ ശരീരവും ഒരേപോലെ ആവില്ല, രണ്ടിന്റെയും നാച്ചർ വ്യത്യസ്തം ഉണ്ടാവും. പക്ഷെ ശരീരം ഉണ്ടെന്നേ ഉള്ളൂ, രണ്ടും ഒരേപോലെയല്ല. ഫൗല തുനാസിബുഹൻ ദുന്യവിയ്യത്തി വ തഖ്ലീഫ്, ഒന്നാമത്തെ ശരീരത്തിന് ദുന്യവിയായ അനുഗ്രഹങ്ങളുമായിട്ടാണ് ബന്ധമുള്ളത്, അതുപോലെ തന്നെ അതിന്റെ തക്ലീഫുമാണുള്ളത്, അതുമായുള്ള ബന്ധങ്ങളും ബാധ്യതകളുമാണുള്ളത്. വസാനിയത്തു, രണ്ടാമത്തതിനോ തുനാസിബുഹൽ ഹുക്കുമൽ ഉഖറവിയ്യ, രണ്ടാമത്തെ ശരീരത്തിന് ഉഖറവിയായ ഹുക്കുമുകളോടാണ് ബന്ധമുള്ളത്. വതുനഇമു ബിനി അമിഹി ദായിമ, അതെപ്പോഴും ഉഖറവിയായ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ നേരത്തെ അനുഗ്രഹങ്ങളല്ലല്ലോ, അതെപ്പോഴുള്ള അനുഗ്രഹങ്ങളാണ്. അപ്പോൾ ആ ശരീരമായ എപ്പോഴും ഉള്ള അനുഗ്രഹങ്ങളെ താങ്ങാൻ കൽപ്പുള്ള ശരീരമായിരിക്കും. വൽ മൈലി ഇലാ ഷഹവാതിഹ മിൻ ജമീഇ മാ റഅത് ഔ യദ്രികുൽ അഖലു മിൻ അൻവാഇൽ ലദ്ദാത്ത്, അതിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ അത് കാണുന്നതും ചിന്തിക്കുന്നതും ആയിട്ടുള്ള എല്ലാ സന്തോഷങ്ങളെയും ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും. അതായത് നമ്മളുടെ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്തുള്ള നമ്മളുടെ ശരീരം എന്ന് പറയുന്നത് ദുനിയാവിലുള്ള സന്തോഷങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിലാവില്ല. ദുനിയാവിൽ ചിലപ്പോൾ കുറച്ച് സന്തോഷം കൂടിയാൽ തന്നെ നമ്മൾ മരിച്ചു പോകും, കുറച്ച് ദുഃഖം കൂടിയാൽ തന്നെ നമ്മൾ മരിച്ചു പോകും, കാരണം നമ്മൾക്ക് ശരീരത്തിന് അത്രേ അതിന് കൽപ്പുള്ളൂ. എന്നാൽ പരലോകത്തേക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന ശരീരത്തിന് അള്ളാഹു ഒരുപാട് കഴിവ് കൊടുക്കും. അവിടെയുള്ള എത്രത്തോളം അനുഗ്രഹങ്ങളുണ്ടോ അത്രത്തോളം അനുഗ്രഹങ്ങൾ താങ്ങാനും എല്ലാം അള്ളാഹു അതിന് കഴിവ് കൊടുക്കും.
അതുകൊണ്ട് തന്നെ അതിന് ചിന്തയിലൂടെയും കാഴ്ചയിലൂടെയും ഒക്കെ നമുക്ക് ഇപ്പോൾ ഇല്ലാത്ത രൂപത്തിൽ ആസ്വാദനങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും. വഹിയ റഖാഫീന ഈമിൽ ജന്ന, അത് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളിൽ, സ്വർഗത്തിലുള്ള അള്ളാഹു നൽകുന്ന സന്തോഷങ്ങളിൽ മുഴുകാൻ അതിന് സാധിക്കുകയും അതിന് കഴിവുണ്ടാവുകയും ഉണ്ടാവും. വല്ലദ്ദാത്ത് റൂഹാനിയ അരീഖത്ത് ഫീ ബഹരിൽ ഹൂവിയ്യത്ത് മുതലദ്ദത്തും ബി ജമാൽ ഇശ്റാഖിഹ. എന്നാൽ അപ്പോഴും ആ ശരീരത്തിന്റെ ഉള്ളിലുള്ള റൂഹ് എന്ന് പറയുന്നത് ഹൂവിയത്തിന്റെ ബഹറിൽ, അള്ളാഹുവിന്റെ എന്ന ഹൂവിയത്തിന്റെ ബഹറിൽ സന്തോഷം കണ്ടെത്തുന്ന അവസ്ഥയിൽ മാത്രമായിരിക്കും. അപ്പോൾ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു വ്യത്യസ്തമായ ശരീരം ഉണ്ടാവും. റൂഹ് അപ്പോഴും തന്നെ ആയിരിക്കും. ആ വ്യത്യസ്തമായ ശരീരത്തിന്റെ പ്രത്യേകത ഉണ്ടാവും. ഇപ്പൊ ദുനിയാവിലുള്ളതുപോലെ ആവില്ല. ദുനിയാവിലുള്ളതിനേക്കാളും സന്തോഷിക്കാൻ പറ്റുന്ന, ദുനിയാവിലുള്ളതിനേക്കാൾ ആസ്വദിക്കാൻ പറ്റുന്ന, ദുനിയാവിലുള്ളതിനേക്കാൾ ചിന്തിക്കാൻ പറ്റുന്ന, എല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന, ആഖിറത്തിനോട് യോജിച്ചൊരു ശരീരമായിരിക്കും അള്ളാഹു നമുക്ക് നൽകുക. എന്നാൽ റൂഹിന്റെ അവസ്ഥ എന്തായിരിക്കും? റൂഹ് അപ്പോഴും അത് എത്ര വലിയ സ്വർഗത്തിലാണെങ്കിലും, സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്ന അവസ്ഥയിലാണെങ്കിലും റൂഹ് അപ്പോഴും ഹൂവിയായ അള്ളാഹുവിന്റെ എന്ന സത്തനെ ആസ്വദിക്കുന്ന അവസ്ഥയിലായിരിക്കും. അത് ഇതിലേക്കൊന്നും ചായൂല. ശരീരം ഇത് ആസ്വദിക്കുമ്പോഴും റൂഹ് അപ്പോഴും അള്ളാഹുവിന്റെ എന്ന സത്തനെ ആസ്വദിക്കുന്ന അവസ്ഥയിലായിരിക്കും. അബദൻ, അതെപ്പോഴും അതിന്റെ ഒരു അവസ്ഥ തന്നെയായിരിക്കും. അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. റൂഹിന്റെ അവസ്ഥക്ക് അങ്ങനത്തെ ഒരു മാറ്റവും ഉണ്ടാവില്ല. ശരീരത്തിന്റെ അവസ്ഥ ദുനിയാവിൽ നിന്ന് മരിക്കുന്ന സമയത്ത് ശരീരം വേറെ ശരീരമായി മാറും. റൂഹിന് ഇതേ അവസ്ഥയിലായിട്ട് അത് നിലകൊള്ളും. ഫലാ മൈലലഹ ലിമാ ഇൻകബ്ബത്ത് അലൈഹി തുറാബിയ. ഈ ശരീരവുമായി അത് മുഴുകിയത് കൊണ്ട് ആ ശരീരത്തിന്റെ അവസ്ഥയിലേക്കൊന്നും അത് തിരിയൂല. ദുനിയാവിലും തിരിയൂല. നല്ല റൂഹാണെങ്കിൽ ദുനിയാവിൽ അത് തിരിയൂല, ആഖിറത്തിലും തിരിയൂല. മോശം റൂഹാണെങ്കിൽ ദുനിയാവിൽ തിരിഞ്ഞു എന്നല്ല അതിന്റെ അർത്ഥം, ദുനിയാവിൽ അത് മറയിടപ്പെടുന്ന അവസ്ഥയിലാവും. അപ്പൊ അതിന്റെ ആസ്വാദനം യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ മാത്രമായിരിക്കും, അള്ളാഹിന്റെ ഹൂവിയത്തിൽ മാത്രമായിരിക്കും. സ്വർഗത്തിലും ഉന്നതമായ അവസ്ഥയിലും അത് അങ്ങനെ തന്നെ ആയിരിക്കും നിലകൊള്ളുക. ഇത് രണ്ടിന്റെയും അവസ്ഥകൾ, രണ്ടിന്റെയും കാര്യങ്ങൾ വേർപ്പെട്ടിരിക്കുന്നു. അത് ശരീരത്തിന്റെ ആസ്വാദനം ഒന്ന് വേറെ, റൂഹിന്റെ ആസ്വാദനം ഒന്ന് വേറെ. ഇവിടെ നമ്മൾ ശരീഅത്തിന്റെ വിധിയിലും നമ്മൾ ഈ ചർച്ചയിലും ഒക്കെ പറഞ്ഞ സംഭാഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ റൂഹിന്റെ ആസ്വാദനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അല്ലാതെ ശരീഅത്തിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതല്ല. ശരീഅത്തിന്റെ കർമ്മങ്ങൾ അന്നും എല്ലാം നമുക്കൊക്കെ ഒരേപോലെ തന്നെയാണ്. ഞാനിവിടെ സംസാരിച്ച സംസാരങ്ങൾ മുഴുവൻ റൂഹിന്റെ ചില ആസ്വാദനങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് ശൈഖ് പറയുന്നത്.